പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അമ്മേ പരിശുദ്ധമേ ദൈവമാതാവേ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ ദൈവമാതാവേ 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെക്കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ ജപമാല മാതാവേ സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. 40 വർഷം അടിയൻ അങ്ങയുടെ തിരുസന്നിധിയിൽ അർപ്പിച്ച കൃപാന്റെ യുഗതിയാൽ കൃപാസ്ഥാനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട അമ്മയുടെ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിൽ നടന്ന 10,000-കണക്കിന് ആരാധന ശക്തിയാൽ വർഷാവർഷം ഞങ്ങൾ നടത്തിയ ലക്ഷോപലക്ഷം മനുഷ്യർ പങ്കിട്ട് പ്രാർത്ഥിച്ച ജപമാല ശക്തിയുടെ അടിസ്ഥാനത്തിൽ അങ്ങയുടെ മക്കളുടെ കണ്ണുനീര് ഏറ്റെടുക്കണമേ. ഇന്നത്തെ ദിവസത്തിന് മുഴുവൻ വേദനകളെ, മുഴുവൻ ഭാരങ്ങളെ ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. രോഗികളെ അങ്ങ് സുഖപ്പെടുത്തണേ കർത്താവേ. സുഖം പ്രാപിക്കാൻ നീ ആഗ്രഹിക്കുന്നു എന്ന് ചോദിച്ച കർത്താവേ, അങ്ങയ്ക്ക് മനസ്സുണ്ട് എന്നെ സുഖമാക്കാൻ കഴിയുമെന്ന് പറഞ്ഞ കുഷ്ഠരോഗിയുടെ കൂടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എനിക്ക് മനസ്സുണ്ട് നീ സൗഖ്യമുള്ളവനാവുകയെന്ന് നീ കുഷ്ഠരോഗിയോട് പറഞ്ഞു.
വെള്ളമിളകുമ്പോൾ എന്നെ വെള്ളത്തിലേക്ക് എനിക്ക് ആരുമില്ലെന്ന് ബെത്സയിദയിലെ രോഗി പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ നിനക്കുണ്ടെന്ന് നീ മറുപടി പറഞ്ഞു. ഞങ്ങളുടെ രോഗങ്ങളാണ് അവൻ ഏറ്റെടുത്തത്, പാപങ്ങൾക്ക് വേണ്ടി അവൻ പരിഹാരം ചെയ്തു എന്നുള്ള ചെയ്ത കർത്താവേ, നിന്റെ പേരാണ് ഞങ്ങളുടെ രക്ഷകൻ എന്നുള്ളത്. നിന്റെ രക്ഷയുടെ വലതുകരം ഈ പ്രാർത്ഥന കൂടുന്ന കുടുംബങ്ങളെ വെക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞാൻ രക്ഷയുടെ ആണിപ്പെടുതാർന്ന അത്ഭുതകരം രോഗങ്ങളെ വെക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങയുടെ മക്കള് ഇന്ന് യാത്ര ചെയ്യുന്ന ഓരോ സ്ഥലങ്ങളും, അങ്ങയുടെ മക്കള് ഇന്ന് ഒപ്പിടുന്ന ഓരോ രേഖകളും, അങ്ങയുടെ മക്കള് ഇന്ന് കൈമാറുന്ന രേഖകള് എല്ലാം നീ ആശീർവദിക്കണേ കർത്താവേ. ഓരോരോ വിഷയങ്ങൾക്ക് വേണ്ടി അങ്ങയുടെ മക്കൾ വേദനിക്കുന്ന വേദനകള്, വ്യക്തികളുടെ ഭീഷണികള്, ഓരോരോ കാര്യങ്ങള്, ടൈം ബൗണ്ടായിട്ട് നടക്കേണ്ട കാര്യങ്ങള്, രോഗബാധിതരെ, ടെസ്റ്റിന് ഓരോ കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നവരെ, ബയോപ്സി കൊടുത്തിരിക്കുന്നവരെ, പ്രഗ്നൻ്റ് ആയിട്ടുള്ള ചേച്ചിമാരെ, ആശുപത്രിയിൽ പോകുന്നവരെ, മക്കൾ ആശുപത്രിയിൽ പോകുന്നവരെ, അവർക്കെല്ലാം ശുഭോദർക്കമായ മറുപടികളും റിസൾട്ടും കിട്ടാൻ, രോഗങ്ങളൊന്നുമില്ല, കുഞ്ഞും അമ്മയും സുഖമാണെന്ന് കേൾക്കാൻ കർത്താവേ, ഞങ്ങൾ അങ്ങയുടെ ദിവസം അങ്ങയുടെ നാമത്തിൽ കൊതിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ കരുണ പ്രസാദിക്കട്ടെ, ദൈവത്തിൻ്റെ കരുണ പ്രസരിക്കട്ടെ. ഉച്ചമുതൽ ഉള്ളംകാലം വരെ കർത്താവിൻ്റെ രക്തം പടരട്ടെ. എല്ലാ കോശങ്ങളിലും പേശികളിലും കർത്താവിൻ്റെ രക്തം പടരട്ടെ. ഇന്ന് കയറുന്ന ഓഫീസുകൾ, ഇന്ന് കയറുന്ന എഴുതുന്ന പരീക്ഷകൾ, ഇന്ന് വരുന്ന റിസൾട്ടുകൾ, ഇന്ന് വരുന്ന ഇമെയിലുകൾ, ഇന്ന് വരുന്ന മറുപടികളെല്ലാം കർത്താവ് നിനക്ക് തരുന്ന അനുഗ്രഹമായി മാറട്ടെ പ്രാർത്ഥിക്കുന്നു. ദൈവത്തിലെ നീ സഞ്ചരിക്കുന്ന വഴികൾ, നീ സഞ്ചരിക്കുന്ന വാഹനങ്ങൾ, നീ സംസാരിക്കുന്ന വ്യക്തികൾ, നിനക്ക് കിട്ടുന്ന ഉത്തരങ്ങൾ, നീ പ്രതീക്ഷിക്കുന്ന എല്ലാ നന്മകളും നിന്റെ ദൈവം നിനക്ക് പ്രദാനം ചെയ്യട്ടെ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും സർവ്വീശ്വരൻ നീക്കുവാമേ. എൻ്റെ മക്കളെ, കർത്താവുമായിട്ട് നമുക്ക് ഒരു താൽക്കാലിക ബന്ധം അല്ലെങ്കിൽ ടെമ്പററി റിലേഷൻസ് സാധ്യമല്ല. അതെപ്പോഴും ഓർത്തേക്കണം. എന്താ കാര്യം? ടെമ്പററി റിലേഷൻ എന്ന് പറയുമ്പോൾ ഈ താൽക്കാലികമായിട്ട് കർത്താവുമായിട്ട് ഇടപെടാൻ ഉദ്ദേശിക്കുന്നവർ എന്തായിരിക്കും ഉദ്ദേശിക്കുന്നത്? അവിടെ എന്തെങ്കിലും വിഷയമായിരിക്കല്ലേ ഉദ്ദേശിക്കണേ? താൽക്കാലികമായി ഈശോയുടെ ഇടപെടുത്താൻ ഉദ്ദേശിക്കുന്ന റഷിങ് ഇവിടെ അവർ ഉദ്ദേശിക്കുന്നത് എന്താണ്? എന്തെങ്കിലും വിഷയമായിരിക്കല്ലേ ഉദ്ദേശിക്കണേ? അങ്ങനെ വിഷയാധിഷ്ഠിതമായ ഒരു ബന്ധം ദൈവമായിട്ട് സാധ്യമല്ല. ദൈവമായിട്ടുള്ള ബന്ധം വ്യക്തിയധിഷ്ഠിതമായിരിക്കണം. ഇത് നമ്മളോട് പറഞ്ഞു തരണത് മർക്കോസ് 1:34 തൊട്ട് 38 വചനങ്ങളാണ്. മർക്കോസ് 1:34. വിവിധ രോഗങ്ങൾ ബാധിച്ചിരുന്ന വളരെ പേരെ അവൻ സുഖപ്പെടുത്തി. അനേകം പിശാചുക്കളെ പുറത്താക്കി. പിശാചുക്കൾ തന്നെ അറിഞ്ഞിരുന്നത് കൊണ്ട് സംസാരിക്കാൻ അവരെ അവൻ അനുവദിച്ചില്ല. അതിരാവിലെ അവൻ ഉണർന്ന് ഒരു വിജന സ്ഥലത്തേക്ക് പോയി. അവിടെ അവൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ശിമയോനും കൂടെ ഉണ്ടായിരുന്നവരും അവനെ തേടി പുറപ്പെട്ടു. കണ്ടെത്തിയപ്പോൾ അവർ പറഞ്ഞു, എല്ലാവരും നിന്നെ അന്വേഷിക്കുന്നു. അവൻ പറഞ്ഞു, നമുക്ക് അടുത്ത പട്ടണങ്ങളിലേക്ക് പോകാം. കണ്ടില്ലേ? അതായത് ഇത് സംഭവിക്കണമെന്ന് അറിയാമോ? കഫർനാവിലാണെന്ന് തോന്നണേ. കർത്താവിൻ്റെ സിനഗോഗൊക്കെ ആദ്യം കർത്താവ് പ്രസംഗിച്ച സ്ഥലമില്ലേ, അവിടെ ഞാൻ പോയിട്ടുണ്ട്. നേരത്തെ പറഞ്ഞിട്ടുള്ളതുകൊണ്ട് ഇപ്പോൾ റിപ്പീറ്റ് ചെയ്യുന്നില്ല. അതിൻ്റെ പടിഞ്ഞാറവശത്താണ് പത്രോസിൻ്റെ വീട്. അതിൻ്റെ തെക്ക് വശത്താണ് കർത്താവ് കഴിഞ്ഞ ഈ പറഞ്ഞ വിഷയം ജനങ്ങളെ എല്ലാവരും ഓടിക്കൂടുന്നതും അവിടെ രോഗശാന്തി നേടുന്നതൊക്കെയില്ല. ആ സ്ഥലത്ത് ഇന്നലെ രോഗശാന്തി നേടിയ ആൾക്കാരുടെ ബന്ധുക്കളും രോഗശാന്തി നേടിയ ആൾക്കാരും ബന്ധുക്കളും ഇളയമ്മയുടെ മക്കളും കൊച്ചാപ്പൻ്റെ മക്കളും എല്ലാം കൂടി വട്ടയും കൊട്ടിയെടുത്ത് എല്ലാം ഓടിക്കൂടുന്നുണ്ട് അവിടെ പിറ്റേ ദിവസം. അപ്പം കർത്താവിനൊട്ട് കാണുന്നുമില്ല. എല്ലാവരും 10 ദിവസത്തിന്
നിർബന്ധിക്കുകയാണ്, ഗുരുവിനെ വിളിക്കുക എന്ന് പറയും. 10 ദിവസം ഇവിടെ നിൽക്കപ്രതി ഇല്ലാതെ ഗുരുവിനെ തിരക്കി പോവുകയാണ്. ആ 10 ദിവസത്തിൻ്റെ കാലത്തേക്ക് പുതിയ ഇത് തുടങ്ങിയതേ ഉള്ളൂ കർത്താവിൻ്റെ പരസ്യ ജീവിതമേ. അപ്പം അവരും ഒരു ഓളത്തിലാണ് നിൽക്കുന്നത്. അപ്പം അതുകൊണ്ട് എല്ലാവരും നിന്നെ അന്വേഷിക്കുന്ന ആവേശത്തോടെയാണ് 10 ദിവസം ഈശോനെ കണ്ടാൽ പറയണത്. പക്ഷെ ഈശോ പറഞ്ഞ് വിട്ടേക്കാൻ പറഞ്ഞു. നമുക്ക് അടുത്ത സ്ഥലത്തേക്കും പോകേണ്ടിയിരിക്കുന്നു. എന്താ കാര്യം? ഇന്നലെ രോഗശാന്തി നേടിയ ആൾക്കാരാണ് ഇന്നും വന്നിരിക്കുന്നത്. അപ്പം അവരുടെ ബന്ധുക്കൾ സ്വന്തപ്പെട്ടവരൊക്കെയാണ്. അപ്പം രോഗശാന്തി നേടുക, എന്തെങ്കിലും ആനുകൂല്യം കൈപ്പറ്റുക മാത്രമേ അവരുടെ ഉദ്ദേശമുള്ളൂ. അങ്ങനെ ദൈവത്തിന് വേണ്ട, ദൈവത്തിൻ്റെ കൂടെ ജീവിക്കണ്ട, ദൈവം പറയണത് കേൾക്കണ്ട, പറഞ്ഞനുസരിച്ച് തങ്ങളുടെ തിന്മകളിൽ നിന്ന് വിട്ടുമാറണ്ട, ദൈവത്തിൻ്റെ വചനം ജീവിക്കേണ്ട, ദൈവത്തിൻ്റെ ആനുകൂല്യം മാത്രം മതി എന്നുള്ള ഒരു വിഷയാധിഷ്ഠിത താൽക്കാലിക ബന്ധം ക്രിസ്തുവുമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല. അതാണ് ഈ മർക്കോസിൻ്റെ, അതാ പറയണത്. മർക്കോസ് 1:38 അവൻ പറഞ്ഞു നമുക്ക് അടുത്ത പട്ടണങ്ങളിലേക്ക് പോകാം. ആ ജനത്തിനെ അഡ്രസ്സ് ചെയ്യാതെ അവൻ മറ്റു സ്ഥലങ്ങളിലേക്ക് പോവുകയാണ്. ഇങ്ങനെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കരുത്. സംഭവിക്കാതിരിക്കാനുള്ളൊരു മാർഗത്തിലേ ഉള്ളൂ കർത്താവിൻ്റെ വചനം ജീവിതത്തെ പാലിച്ച് കർത്താവിൻ്റെ വചനപ്രകാരം ജീവിതം ക്രമീകരിച്ച് ദൈവ ഇഷ്ടം നിറവേറ്റണം. അടുത്ത ദിവസം അത് കാണാം. മാതാവിനും തിരുക്കുമാരനും കോടാനുകോടി നന്ദി അർപ്പിക്കുകയാണ്. എൻ്റെ പേര് സുരേഷ്. ഞാൻ പത്തനംതിട്ട ജില്ല അടൂരിൽ നിന്ന് വരുന്നു. എൻ്റെ വിഷയം, ഞാൻ 12/5/2025 ഉടമ്പടി എടുക്കുന്നത്. എൻ്റെ വിഷയം, എൻ്റെ വലത്തെ കാലിന് അതിയായ വേദനയുണ്ടായി. ആ വേദന ആശുപത്രിയിൽ കൊണ്ട് കാണിച്ചപ്പോൾ ഇത് ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ ആദ്യത്തെ ട്രീറ്റ്മെൻറ്റിൽ ഓപ്പറേഷൻ ചെയ്തു. അത് 30 ദിവസം കഴിഞ്ഞപ്പോൾ വീണ്ടും അതിയായ വേദനയുണ്ടായി. അത് വീണ്ടും ആശുപത്രിയിൽ കൊണ്ട് കാണിച്ചപ്പോൾ അത് വീണ്ടും ഓപ്പറേഷൻ ചെയ്തു. അങ്ങനെ ആ മുറിവ് ഭയങ്കര മുറിവായതുകൊണ്ട് ആ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് തന്ന അമ്മ എനിക്ക് ഒരു പത്രം കൊണ്ട് തന്നു. അങ്ങനെ ഞാൻ ആ പത്രം കൊണ്ടുപോയി വായിക്കുകയും അങ്ങനെ അപ്പോൾ ആ ഡോക്ടർ പറഞ്ഞിരുന്നു, ഈ മുറിവ് നിങ്ങൾ ഇനി ആശുപത്രിയിൽ കൊണ്ടുപോയി ട്രീറ്റ്മെൻറ്റ് ചെയ്ത് മതി, നിങ്ങളുടെ വീട്ടിൽ വെച്ചൊന്നും ചെയ്യണ്ട എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ആശുപത്രിയിൽ ഒരു ഫിസിഷ്യൻ്റെ അടുത്ത് കൊണ്ടുവന്ന് ഈ മുറിവ് കാണിക്കുകയും പുള്ളി എന്നോട് പറഞ്ഞു, ഇത് എനിക്ക് വിശദമായിട്ടൊന്ന് നോക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ആ മുറിവ് നോക്കിയിട്ട് പുള്ളി പറഞ്ഞു, ഇത് പഴുപ്പ് വീണ്ടും കയറുകയാണ്, അതുകൊണ്ട് ഇതിവിടെ പറ്റത്തില്ല. കുളനട എന്ന് പറയുന്ന ആശുപത്രിയിൽ കൊണ്ടുപോയി ഇത് വിദഗ്ധമായ രീതിയിൽ നല്ല രീതിയിൽ കൂടി ഇത് ഓപ്പറേഷൻ ചെയ്തില്ലെങ്കിൽ ഈ കാലിൻ്റെ ഉപ്പൂറ്റി മുറിച്ച് മാറ്റേണ്ടി വരുമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ വളരെ വിഷമസ്ഥിതിയിലായി. അങ്ങനെ ഞാൻ ഈ പത്രം വായിച്ചു. എൻ്റെ ഭാര്യയോട് ഞാൻ ആശുപത്രിയിൽ നിന്ന് തിരിച്ച് എന്ന് പറഞ്ഞു. കൃപാസന പത്രം വായിച്ചിട്ട് ഞാൻ സ്ഥിരം വായിക്കുമായിരുന്നു. 2 ദിവസം വായിച്ചിട്ട് ഞാൻ പറഞ്ഞു, ഞാൻ ഇനി ആശുപത്രി പോകുന്നില്ല. എന്നോട് ചോദിച്ചു, ഇനി എന്തുവാ ചെയ്യുന്നത്? ഞാൻ പറഞ്ഞു, ഞാൻ അമ്മ മാതാവിൻ്റെ അടുത്ത് പോവുക. ഞാൻ ആദ്യം കേൾക്കുക ഈ അമ്മ മാതാവെന്നും കൃപാസനമെന്നും ഞാൻ ആദ്യം കേൾക്കുകയാണ്. അപ്പം ഞാൻ പറയുകയാണ്, ഞാൻ ഇനി ഈ കൃപാസന അമ്മയുടെ അടുത്ത് പോവുക, എനിക്ക് അമ്മ തരും എന്ന് പറഞ്ഞു. ഞാനൊരു ഓട്ടോ ഡ്രൈവറാണ്. ഞാൻ ആ നീര് വന്ന ഈ വളരെ ഭയങ്കര മുറിവുമായിട്ട് ഞാൻ വെളുപ്പിനെ 4 മണിക്ക്, ഞായറാഴ്ച വെളുപ്പിനെ 4 മണിക്ക് ഇറങ്ങി വണ്ടി ഓടിച്ച് ആദിക്കാട്ടുകുളങ്ങര എന്ന് പറഞ്ഞ സ്ഥലത്ത് വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് വണ്ടി ഓടിക്കാൻ വയ്യ. ഞാൻ വണ്ടിയിൽ കയറി അങ്ങിരുന്ന് വണ്ടി നിർത്തിയിട്ട് ഞാൻ അമ്മയോട് പറഞ്ഞു, എന്നെ അങ്ങ് കൊണ്ടുപോകത്തില്ലയോ? 10 മിനിറ്റ് അവിടെ ഇരുന്നു. ഞാൻ വളരെ പതുക്കെ വണ്ടി സ്റ്റാർട്ട് ചെയ്തു. പിന്നെ വണ്ടിയിൽ കണ്ണടച്ചിരുന്നെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ എങ്ങനിങ്ങി വന്നെന്നറിയത്തില്ല. 7 മണിയായപ്പോൾ കൃപാസനത്തിൻ്റെ പടിക്ക വന്നു. അങ്ങനെ ഞാൻ ഇവിടെ
എൻ്റെ ഭാര്യയുടെ തോളൽ പിടിച്ച് ഒരൊറ്റക്കാലം ഞൊണ്ടി ഇവിടെ വന്നു. ഉടമ്പടി എന്തുവെന്നറിയത്തില്ല, യാതാലൊന്നും എനിക്കറിയത്തില്ല. ഞാനിവിടെ വന്നു. അങ്ങനെ ഞാൻ ഉടമ്പടിയിലേക്ക് മാറി. ഉടമ്പടി എടുക്കാനുള്ള അവസരം എനിക്കിവിടെ ഒരുങ്ങി. ഉടമ്പടി എടുത്ത് താഴെ വന്നപ്പോൾ എനിക്ക് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ ഒന്ന് കാണണമെന്ന് തോന്നി. അപ്പോൾ ഇവിടെ ഇതിൻ്റെ ഡോക്യുമെൻറ്റ്സ് മൊത്തം വേണമെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ കയ്യിലൊന്നുമില്ല, ഞാനൊന്നുമില്ലാതാ വന്നേ. പക്ഷേ ഞാൻ ബഹുമാനപ്പെട്ട സൂപ്രണ്ട് അച്ഛ എൻ്റെ അടുത്ത് ചെന്നപ്പോൾ ഡോക്യുമെൻറ്റ്സ് വേണമെന്ന് പറഞ്ഞു. അവിടെ നിന്നൊരമ്മ, എങ്ങനെയെന്ന് എനിക്കറിയത്തില്ല, അത് കൊടുക്കാനോ വല്ലതായിരിക്കും പറഞ്ഞത്, അപ്പോഴേ എനിക്ക് എഴുതി തന്നു. ഞാൻ അതുകൊണ്ട് നേരെ ക്യൂവിൽ നിന്നില്ല, ഇവിടെ വന്ന് ഈ പൈപ്പിൽ പിടിച്ച് നിന്നപ്പോൾ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ ഓടി വന്ന് എൻ്റെ കയ്യിൽ നിന്ന് കുറിപ്പ് വാങ്ങിച്ച് എൻ്റെ തലയിൽ കൈവച്ച് അവിടെ പ്രാർത്ഥിച്ചു. തിരിച്ചു വന്ന് എൻ്റെ തലയിൽ കൈവച്ചു. അച്ഛൻ ഇരുന്ന് എൻ്റെ കാലിൽ ഒരു 2 മിനിറ്റോളം അച്ഛൻ പ്രാർത്ഥിച്ചു. അച്ഛനൊന്നും എന്നോട് പറഞ്ഞില്ല. ഞാൻ ഇറങ്ങി വെളിയിൽ പോയി. അങ്ങനെ വീട്ടിൽ ചെന്നു. പിറ്റേ ദിവസം ഞാൻ ഒരാശുപത്രിയിൽ പോയി. ഇത് ഡ്രസ്സിങ്ങിന് ചെന്നപ്പോൾ ഞാൻ ചോദിച്ചു, ഇത് കെട്ടഴിച്ചപ്പോൾ ഞാൻ ചോദിച്ചു, ഈ മുറിവിന് എന്തെങ്കിലും പഴുപ്പോ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു. എനിക്ക് വേദനയൊന്നുമില്ല. അപ്പം ആ സിസ്റ്റർമാർ ചെന്ന് ഡോക്ടറെ വിളിച്ചുകൊണ്ട് വന്നു. ഇത് ലൈറ്റ് അടിച്ചാലേ ഈ മുറിവിന് അകം കാണത്തുള്ളൂ. അങ്ങനെ അത് കണ്ട് ആ ഡോക്ടർ പറഞ്ഞു, ഈ കാലിന് പഴുപ്പില്ല, ഈ കാല് കരിയാൻ തുടങ്ങി, നിങ്ങൾ ഇത് സൂക്ഷിച്ച് അങ്ങ് കൊണ്ട് നടന്നാൽ മതി. ഞാൻ പിന്നെ മരുന്നിന് പോയില്ല. ഞാൻ ഇവിടുന്ന് കിട്ടിയ വെഞ്ചരിച്ച തേനും ഉപ്പും കഴിക്കും. എൻ്റെ കാലിൽ എന്നും രാവിലെയും വൈകിട്ടും ഞാൻ തിരി കത്തിക്കുമ്പോൾ എൻ്റെ കാലിൽ ഞാൻ ഇത് പുരട്ടും, കുരിശ് വരയ്ക്കും. അങ്ങനെ ഈ മുറിവ് കരിഞ്ഞു. ഞാനിപ്പോൾ കാല് കുത്തി ജോലിക്കൊക്കെ പോകുന്നുണ്ട്. എനിക്കൊരു കുഴപ്പവുമില്ല. പിന്നെ ആദ്യത്തെ പ്രാവശ്യം ഉടമ്പടി എടുത്ത് ചെന്ന് 3-ാമത്തെ ദിവസം എൻ്റെ അടുത്ത് ഞാൻ രാത്രിയിൽ കിടന്നപ്പോൾ എൻ്റെ അരികിൽ ഒരമ്മ പ്രത്യക്ഷപ്പെട്ടു. ജീവനോട് ഞാൻ കണ്ടവാ. ഒരു കറുത്ത അമ്മയാണ്. കണ്ണും കയ്യിലാണ് കൊടുത്തേക്കുന്നത്. ചുമപ്പും മഞ്ഞയും വെളുപ്പും കൂടെ കലർന്നൊരു ബ്ലൗസാണ് ഇട്ടേക്കുന്നത്. മുടി അഴിഞ്ഞു കിടക്കുക. എൻ്റെ അരികിൽ വന്ന് എൻ്റെ കാൽക്കലിരുന്ന് എൻ്റെ പുതപ്പ് കാലയിലെ, എൻ്റെ വലത്തെ കാലയിലെ പുതപ്പ് മാറ്റി എൻ്റെ കാലിൽ അമ്മ പിടിച്ചു. ഞാനത് കണ്ടു. ഞാൻ കരഞ്ഞതല്ലാതെ ഒന്നും ചെയ്യാൻ എനിക്ക് പറ്റിയില്ല. എൻ്റെ അമ്മ വന്ന് എന്നെ കണ്ടു. എനിക്ക് സുഖം പ്രാപിച്ചു. അന്ന് എനിക്ക് സുഖമായി. അന്ന് തൊട്ട് എനിക്ക് കുഴപ്പമില്ല. 2-ാമത്തെ ഉടമ്പടി എടുത്ത് ഞാൻ വീട്ടിൽ ചെന്ന് അന്നേരം ഞാൻ സമയം നോക്കിയപ്പോൾ, ആദ്യത്തെ പ്രാവശ്യം സമയം നോക്കിയപ്പോൾ സമയം 12:30. പിന്നെ 2-ാമത്തെ ഉടമ്പടി എടുത്തപ്പോൾ ഞാൻ 3-ാമത്തെ ദിവസം എൻ്റെ അരികിൽ അമ്മ തിരുക്കുമാരൻ, ഞാൻ എൻ്റെ ചേട്ടനെന്നാണ് ഇപ്പോൾ പറയുന്നത്, എൻ്റെ അമ്മയും എൻ്റെ ചേട്ടനും എന്നെ കാണാൻ വന്നു. എൻ്റെ അരികിൽ വന്നു. ഞാൻ ഇന്നിച്ച് എൻ്റെ കട്ടിലിരുന്നു. അമ്മയെന്ന് വിളിച്ചു. അമ്മ പുറമോട്ട് മാറി. ഞാൻ വീണ്ടും അമ്മയെന്ന് വിളിച്ചു. അമ്മ പറന്നുയർന്ന് ആ ഫാൻ്റെ ഒപ്പം അമ്മ ഇങ്ങനെ പറന്ന് നിന്നു. കരഞ്ഞതല്ലാതെ ഒന്നും ചെയ്തില്ല. അപ്പോൾ അമ്മ മറഞ്ഞു. അത് കഴിഞ്ഞ് ഞാൻ വീണ്ടും കിടന്നു. വീണ്ടും ഭയങ്കര കാറ്റ്. ആ റൂമിനകത്തിൽ ഭയങ്കര കാറ്റ്. 3 കർട്ടൻ ഉണ്ട്. ആ 3 കർട്ടനും വന്ന് ആ റൂമിൻ്റെ നടുഭാഗത്ത് സെൻട്രലായി. അങ്ങനെ ഞാൻ നോക്കുമ്പോൾ എൻ്റെ വലത്ത് സൈഡിൽ അമ്മ വീണ്ടും നിൽക്കുന്നു. അമ്മയുണ്ട്, എൻ്റെ ചേട്ടനുമുണ്ട്. മറഞ്ഞു. അങ്ങനെ ഞാൻ നേരിട്ട് എൻ്റെ അമ്മയും എൻ്റെ ചേട്ടനായ എൻ്റെ ക്രിസ്തുവിനെയും ഞാൻ നേരിൽ കണ്ടു. എനിക്ക് അനുഗ്രഹം കിട്ടി. എനിക്കിനി ഇത് കൂടുതൽ യാതൊന്നും സാധിക്കാനില്ല. സാക്ഷ്യം, ഇതെൻ്റെ സാക്ഷ്യം. പിന്നെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ചെയ്യുന്നത്, പത്രം വാങ്ങിച്ച് ഞാൻ വണ്ടാനം മെഡിക്കൽ കോളേജിൽ ഇവിടുന്ന് പോകുമ്പോൾ കൊണ്ട് കൊടുക്കും. രോഗികളെ കണ്ട് അവർക്ക് പ്രാർത്ഥിച്ചു കൊടുക്കും. ഞാൻ ഊണൊന്നും ആർക്കും വാങ്ങിച്ചു കൊടുക്കുന്നില്ല. ഞാൻ അവിടെ രോഗിയൊക്കെ കൊണ്ടിരുന്ന ഓരോ പൊതി ഞാനും എൻ്റെ ഭാര്യയും വാങ്ങിച്ച് അവിടെ ഇരുന്ന് കഴിക്കും. ഞങ്ങൾക്ക് വിളമ്പി തരുന്നത് ഞങ്ങളുടെ അമ്മയാണ്.
എൻ്റെ അമ്മ എൻ്റെ കൂടെ ഉണ്ട്. എനിക്ക് ഊണ് അമ്മ അവിടുന്ന് വാങ്ങിച്ചു തരും, ഞങ്ങൾ കഴിച്ചു. എനിക്ക് വിളമ്പിത്തരും. എൻ്റെ അമ്മ എന്നെ വീട്ടിൽ കൊണ്ടുവിടും. എനിക്കിത് കൂടുതൽ എന്ത് വേണം? എനിക്ക് സമയം ഉണ്ടായിരുന്നെങ്കിൽ ഒരു ദിവസം മൊത്തം പറഞ്ഞാൽ തീരാത്തതുപോലെ എൻ്റെ അമ്മയും എൻ്റെ ചേട്ടനും എനിക്ക് അനുഗ്രഹങ്ങൾ വാരിക്കോരി തരിക. ഞാനിപ്പോൾ എൻ്റെ കാല് പോകേണ്ടതാ. എൻ്റെ കാല് കുത്തി ഞാൻ നടക്കുന്നു, പണി ചെയ്യുന്നു. എനിക്ക് യാതൊരു കുഴപ്പമില്ല. ഞാൻ ഇന്നലെയായി എൻ്റെ കാലിൻ്റെ പൊതിച്ചിലഴിച്ചത്. ഞാൻ അത് ഇൻസ്പെക്ഷൻ ആകുമെന്നും ചൊല്ലിയാണ് നടന്നത്. പക്ഷേ ഒന്നുമില്ല. ഇന്നലെ ഞാൻ അമ്മയോട് പറഞ്ഞ് ഞാൻ സാക്ഷ്യം പറയാൻ എനിക്ക് പോകണം. എനിക്ക് വീട്ടിലെന്നാണ് ഞാൻ പറയുന്നത്. എൻ്റെ വീട്ടിൽ എനിക്ക് പോകണമെന്ന് പറയുമ്പോൾ എൻ്റെ അമ്മ എന്നെ വീട്ടിൽ വന്ന് ഇങ്ങ് കൊണ്ടുവന്ന് വേണമെന്നതല്ല. എനിക്കിവിടെ വന്നു കഴിയുമ്പോൾ വലിയ സ്വാധീനമാണ്. അമ്മ എന്നെ എല്ലാം കൊണ്ട് നടന്ന് എല്ലാം സാധിച്ചിട്ടാണ് എന്നെ വീട്ടിൽ കൊണ്ടുവിടുന്നത്. എൻ്റെ വീട്ടിലുണ്ട് എൻ്റെ അമ്മ, എൻ്റെ കുഞ്ഞിൻ്റെ കൂടെ, എൻ്റെ ഭാര്യയുടെ കൂടെ, ഈ ലോകം മക്കളുടെ കൂടെ എല്ലാം ഉണ്ട്. എല്ലാത്തിനും അമ്മ മാതാവ് തിരുക്കുമാരൻ 1000 നന്ദി, കോടാനുകോടി നന്ദി, കോടാനുകോടി നന്ദി. ഇനിയും ഞാൻ വരും. എൻ്റെ ഈ ജന്മം ബാക്കിയുള്ളതും എൻ്റെ അമ്മയുടെ കൂടെ ജീവിക്കാൻ എനിക്ക് ആഗ്രഹം. അടുത്തൊരു ജന്മം മനുഷ്യ ജന്മമാണെങ്കിൽ ഞാൻ എൻ്റെ അമ്മയുടെ കൂടെ എനിക്ക് ജീവിച്ചാൽ മതി. എനിക്കതിനുള്ള ഭാഗ്യം ഉണ്ടാകണേ എന്ന് ഞാൻ സങ്കീർത്തനങ്ങൾ 145, 18, 19 തിരുവചനങ്ങൾ. തന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക്, ഹൃദയ പരമാർത്ഥതയോടെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് കർത്താവ് സമീപസ്ഥനാണ്. തൻ്റെ ഭക്തന്മാരുടെ ആഗ്രഹം അവിടുന്ന് സഫലമാക്കുന്നു. അവിടുന്ന് അവരുടെ നിലവിളി കേട്ട് അവരെ രക്ഷിക്കുന്നു. സുരേഷ് എന്ന ഈ അക്രൈസ്തവ സഹോദരൻ എത്ര ഹൃദയത്തിൽ അമ്മ മാതാവിനെയും ഈശോയെയും ചേർത്ത് പിടിച്ചുകൊണ്ടാണ് ഈ സാക്ഷ്യം നമ്മോട് പങ്കുവച്ചതെന്ന് നാം കേൾക്കുകയായിരുന്നു. ജീവിതം ആകെ ക്ലേശപൂർണമായ അവസരത്തിൽ ഒരു കാല് മുറിച്ചു കളയേണ്ടി വരും എന്ന രോഗപീഠകളുടെ ദിവസങ്ങളിലാണ് കൃപാസനം പത്രം കിട്ടി സാക്ഷ്യങ്ങൾ വായിച്ച് അമ്മ മാതാവിനെക്കുറിച്ച് ആദ്യമായി അറിഞ്ഞ് വീട്ടിൽ പറഞ്ഞ് കൃപാസനത്തിലേക്ക് വരുന്നത്. കണ്ണീരോടെ പൂർണ്ണമായ ശരണത്തോടെ അമ്മയുടെ അരികിലെത്തി ജീവിതം കൊടുക്കുന്നതാണ് സഹോദരൻ സാക്ഷ്യപ്പെടുത്തിയത്. സഹോദരൻ പറഞ്ഞു, ജോസഫ് അച്ഛനെ കാണുവാനായി ടോക്കണുമായി നിൽക്കുമ്പോൾ അച്ഛൻ 2 മിനിറ്റോളം മകൻ്റെ കാലിൽ തൈലം പൂശി അച്ഛനുള്ള പ്രാർത്ഥനാപുരത്തിൽ മകൻ്റെ കാലിൻ്റെ രോഗസൗഖ്യത്തിന് വേണ്ടി മുറിച്ചു കളയണമെന്ന് എല്ലാവരും പറഞ്ഞ കാലിൻ്റെ രോഗസൗഖ്യത്തിന് വേണ്ടി തുടർച്ചയായി പ്രാർത്ഥിച്ചതിനെക്കുറിച്ച്. അന്നു മുതൽ പഴുപ്പ് വറ്റി രക്തോട്ടം തുടങ്ങി കാലിന് ബലം പ്രാപിച്ചു തുടങ്ങി. ഇന്ന് എല്ലാ ജോലികളും ചെയ്യുവാനാവും വിധം അത്ഭുതകരമായി പൂർണ്ണ രോഗസൗഖ്യം നൽകി സഹോദരനെ അനുഗ്രഹിച്ചതിന് അമ്മ മാതാവിനും ഈശോയ്ക്കും നന്ദി പറയുകയാണ്. മരുന്നിനപ്പുറം ദൈവത്തിന് ശക്തിയുണ്ടെന്ന്, മനുഷ്യൻ കാണുന്നതിനപ്പുറം ദൈവത്തിന് പദ്ധതിയുണ്ടെന്ന് സഹോദരൻ വാക്കുകളിലൂടെ നമ്മോട് പങ്കുവയ്ക്കുകയാണ്. ആ സൗഖ്യത്തെക്കാൾ ഉപരി സഹോദരൻ്റെ വാക്കുകളിൽ നാം കണ്ടത് മുഴുവനും അമ്മ മാതാവിനോടുള്ള തിഷ്ടമായ സ്നേഹവും ഈശോയോടുള്ള ആ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ടുള്ള ജീവിതവുമാണ്. അമ്മയുടെ സാന്നിധ്യം മകൻ അനുഭവിക്കുന്നത്, ഓരോ നിമിഷവും അമ്മ കരം പിടിച്ചു നടത്തുന്നത്, അമ്മയുടെ നിരന്തരമായ സന്ദർശനങ്ങളും അമ്മ കാലിൽ തൊട്ട് സൗഖ്യപ്പെടുത്തുന്നതും ഏറ്റവും എളിമയോടെ തിരിച്ചറിഞ്ഞ് അമ്മയുടെ പ്രേക്ഷിതനായി മകനായി ജീവിതത്തെ വിട്ടുകൊടുത്തുകൊണ്ട് പൂർണ്ണമായും പ്രത്യക്ഷീകരണത്തിന് സാക്ഷിയായി ജീവിക്കുവാൻ തനിക്കുള്ള സന്നദ്ധത സഹോദരൻ ഈ എൽത്താരയിൽ ഏറ്റുപറയുന്നു. പ്രിയമുള്ളവരെ, ഉടമ്പടി നമുക്ക് ജീവിതമാകുമ്പോൾ, ജീവശ്വാസമാകുമ്പോൾ അമ്മ മാതാവിൻ്റെയും ഈശോയുടെയും നിരന്തരമായ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് കേവല നന്മകൾക്കപ്പുറം ആത്മാവിനെ തന്നെ നിരന്തരം ഈശോയ്ക്ക് കൊടുക്കുവാൻ പറ്റും വിധം നമ്മുടെ ജീവിതത്തിന് കൂടുതൽ പ്രകാശവും കൂടുതൽ ആത്മധൈര്യവും ഉണ്ടായിക്കൊണ്ടിരിക്കും. അതിനെയാണ് സഹോദരൻ വാക്കുകളിലൂടെ സാക്ഷ്യപ്പെടുത്തിയത്. എൻ്റെ ഈശോയും എൻ്റെ അമ്മ മാതാവും നിരന്തരം എൻ്റെ ഒപ്പം സാന്നിധ്യം കൊണ്ട് സഹായിക്കുകയും എൻ്റെ ജീവിതത്തെ സംരക്ഷിക്കുകയും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും എന്നെ സഹായിക്കുകയും ചെയ്യുന്നുവെന്ന്. നമ്മൾ ഏതൊരു ജീവിത സാഹചര്യത്തിലൂടെ കടന്നു പോകുന്നുവെങ്കിലും പൂർണ്ണമായ ശരണത്തോടെ കൃപാസനം ഈ ആലയത്തിൽ പ്രത്യക്ഷപ്പെട്ട അമ്മ മാതാവിൻ്റെ
വിളിച്ചു പ്രാർത്ഥിക്കാം. കൂടെ വന്ന് ജീവിത വിഷയങ്ങൾ ഏറ്റെടുത്ത് ആരൊക്കെ എഴുതിത്തള്ളിയതും അമ്മ ചേർത്ത് പിടിച്ച് അനുഗ്രഹമാക്കി നമ്മളെ ചുവടുറപ്പിച്ച് ജീവിക്കുവാൻ സഹായിച്ചുകൊണ്ടിരിക്കും. ഈ കുടുംബത്തിന് ലഭിച്ച ആത്മീയ ബോധ്യങ്ങൾക്കും ഈ രോഗസൗഖ്യത്തിനും അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞ് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. ലോർഡ്, എൻ്റെ പേര് സൗമ്യ, ഇതെൻ്റെ ഹസ്ബൻഡ്, കുഞ്ഞുങ്ങൾ. ഞങ്ങൾ ഇടുക്കി ജില്ലയിൽ ഇരട്ടയാർ എന്ന് പറയുന്ന സ്ഥലത്താണ് താമസിക്കുന്നത്. ഞാൻ 2019 മെയ് മാസം ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതാണ്. എന്നാൽ ചില സാഹചര്യങ്ങളാൽ എനിക്ക് സാക്ഷ്യപ്പെടുത്താൻ ഞാൻ താമസിച്ചു പോയി. അതിന് ഞാൻ ആദ്യമേ തന്നെ പരിശുദ്ധ അമ്മയോട് മാപ്പ് ചോദിക്കുന്നു. ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞത് 2011 ജനുവരി മാസമായിരുന്നു. എന്നാൽ വളരെ നാളുകളായിട്ടും ഞങ്ങൾക്ക് മനസ്സമാധാനത്തോടെ ജീവിക്കാൻ സാധിച്ചിരുന്നില്ല. ഒരിക്കലും ഒന്നിച്ച് താമസിക്കാനും സാധിച്ചിരുന്നില്ല. ഞാൻ 2019 ഉടമ്പടി എടുത്ത സമയത്ത് അത് എൻ്റെ ആദ്യ നിയോഗമായി വയ്ക്കുകയും അതിനുശേഷം ലോക്ക്ഡൗണിൻ്റെ സമയത്ത് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ നടത്തിയ ഗൂഗിൾ മീറ്റിൽ പങ്കെടുത്ത് അഖണ്ഡ ജപമാല റാലിയിൽ പങ്കെടുക്കുകയും ചെയ്തു. ആ പ്രാർത്ഥന കഴിഞ്ഞ് ഒരു 2 മണിക്കൂറിന് ശേഷം എൻ്റെ ജീവിത പങ്കാളി എന്നെ വിളിച്ച് എന്നോട് പറയുകയാണ്, നമ്മൾക്ക് വേറൊരു വീട് വാടകയ്ക്കെടുത്ത് മാറി താമസിക്കാം എന്ന് പറഞ്ഞു. ഞാൻ പോലും ഈ കാര്യം ഇത്ര സ്പീഡിൽ നടക്കുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. പക്ഷേ പരിശുദ്ധമ്മ ഇടപെട്ടതിൻ്റെ ഫലമായിട്ട് മാത്രമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഇതിനു മുൻപും ഈ ഒരു കാര്യത്തിന് ഒരു പരിഹാരം ഉണ്ടാകുവാൻ വേണ്ടി ഞാൻ വളരെയധികം ധ്യാന കേന്ദ്രങ്ങളെയൊക്കെ സമീപിച്ചിട്ടുണ്ടായിരുന്നു, വളരെയധികം പ്രാർത്ഥനകൾ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ എങ്ങൊന്നും എനിക്ക് അതിനൊരു റിപ്ലൈ കിട്ടിയിരുന്നില്ല. അതുകൊണ്ട് തന്നെ എൻ്റെ വിശ്വാസത്തിൽ ഞാൻ വളരെ പുറകോട്ട് പോയി തുടങ്ങിയിരുന്നു. ഈ ഒരു സാഹചര്യത്തിലായിരുന്നു ഞാൻ കൃപാസനത്തിൽ വന്നത്. ഇന്ന് ഞങ്ങളെ ഇങ്ങനെ ഒരുമിച്ച് നിർത്തി സ്നേഹത്തോടെ ഒന്നിച്ചു നിൽക്കാൻ പരിശുദ്ധ അമ്മ ഞങ്ങളോട് കാണിച്ച കരുണയ്ക്ക് ഞങ്ങൾ കുടുംബസമേതം പരിശുദ്ധ അമ്മയ്ക്ക് നന്ദി പറയുന്നു. രണ്ടാമതായിട്ട് എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇന്ന് വരെ 8 പ്രാവശ്യം ഉടമ്പടി പുതുക്കിയിട്ടുണ്ട്. ഞാനിപ്പോൾ വിദേശത്ത് ജോലി ചെയ്യുകയാണ്. ഞാൻ എൻ്റെ ഉടമ്പടിയുടെ 90 ദിവസം കഴിയുന്നതിൻ്റെ തൊട്ടടുത്ത ദിവസം തന്നെ ഓൺലൈനായിട്ട് വീണ്ടും ഉടമ്പടി എടുക്കുകയും എൻ്റെ നിയോഗങ്ങൾ ശ്രദ്ധിച്ച് ജീവിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ വളരെയധികം സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുന്ന ഒരു സാഹചര്യത്തിൽ ജോലിക്ക് വേണ്ടി ആഗ്രഹിച്ചിരുന്നു. പക്ഷേ അതിനുവേണ്ടി സാമ്പത്തികം വേണം. ഞാൻ ഇസ്രായേലിൽ ഒരു ജോലിക്കായിരുന്നു ശ്രമിച്ചിരുന്നത്. പക്ഷേ ഞങ്ങൾ വളരെയധികം ബാങ്കുകളെ സമീപിച്ചു. ഒരു ബാങ്കും ഞങ്ങൾക്കൊരു ലോണും തരാൻ തയ്യാറായില്ല. ആ ഒരു സമയത്ത് ഞാൻ യാദൃച്ഛികമായിട്ടൊരു ബാങ്കിൽ എൻ്റെ മനസ്സിൽ തോന്നി, ആ ബാങ്കിൽ ഒന്ന് കയറി നോക്കാം, ഒന്ന് ചോദിച്ചു നോക്കാം എന്ന് കരുതി ഞാൻ അവിടുത്തെ ബാങ്കിലേക്ക് കയറുന്നതിന് മുൻപ് കൃപാസനത്തിലെ ഉപ്പ് ആ വഴിയിൽ ഞാൻ നിക്ഷേപിച്ചു. അതിനുശേഷം ഞാൻ വിശ്വാസപ്രമാണം ചൊല്ലിയാണ് ഞാൻ അങ്ങോട്ട് കയറി ചെന്നത്. അവിടെ ചെന്ന് ഞാൻ അവിടെ മാനേജരോട് സംസാരിച്ചപ്പോൾ അവർ മറുപടിയായിട്ട് പറഞ്ഞത് അതിന് വേണ്ട ലോണ് എത്ര വേണമെങ്കിലും തരാമെന്നാണ്. ഞാൻ പോലും സത്യത്തിൽ ഞെട്ടിപ്പോയി. കാരണം ഒരു ബാങ്കും തരാതിരുന്ന സമയത്ത് പരിശുദ്ധമ്മ ഇടപെട്ട് ഞങ്ങൾക്കതിന് വേണ്ടതായ സാമ്പത്തികം ക്രമീകരിച്ച് തന്നതിന് ഒരുപാട് നന്ദി പറയുന്നു. അതുപോലെ എൻ്റെ മുംബൈയിൽ വെച്ചുള്ള ഇൻ്റർവ്യൂവിൻ്റെ സമയത്ത് എനിക്ക് വളരെ കൂടുതലായിട്ട് ഭയമുള്ള ഒരാളാണ്. ഭയം വന്നു കഴിഞ്ഞാൽ എനിക്ക് ഒന്നും സംസാരിക്കാൻ സാധിക്കത്തില്ലാത്ത ഒരാളാണ്. പക്ഷേ ഇംഗ്ലീഷിൽ ഇൻ്റർവ്യൂ നടക്കുമ്പം എനിക്ക് വളരെ പേടിയുണ്ടായിരുന്നു. ഞാൻ അവിടെയും പരിശുദ്ധമ്മയുടെ ഉപ്പ് വിതറിയാണ് എൻ്റെ പേര് വിളിച്ച സമയത്ത് അകത്തോട്ട് കയറിപ്പോയത്. പക്ഷേ എനിക്ക് എന്നോട് ചോദിച്ച എല്ലാ ചോദ്യത്തിനും വളരെ കൃത്യമായിട്ട് പൂർണ്ണമായിട്ട് തന്നെ മറുപടി പറയാൻ സാധിക്കുകയും എല്ലാ കാര്യങ്ങളും എനിക്ക് സംസാരിക്കാൻ സാധിക്കുകയും ചെയ്തു. പരിശുദ്ധമ്മ തന്ന ഈ വലിയ അനുഗ്രഹത്തിനും ഞങ്ങൾ വളരെയധികമായിട്ട് നന്ദി പറയുന്നു. ഞങ്ങൾ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം വളരെ പ്രാവശ്യങ്ങളിൽ അപകടത്തിൽപ്പെട്ടിട്ടുണ്ട്. ഒരു പ്രാവശ്യം ഞങ്ങൾ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് തിരികെ പോകുന്ന സമയത്ത് ഏറ്റുമാനൂർ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് ഞങ്ങളുടെ വാഹനം വളരെ വലിയൊരു അപകടത്തിൽപ്പെട്ടു. പുറമേ വന്ന ഒരു ടാങ്കർ ലോറി ഞങ്ങളുടെ വണ്ടിക്കിട്ട് വന്നിടിച്ച് പുറകുവശത്തെ ചില്ലൊക്കെ ഫുള്ള് തകർന്നു. അത് കണ്ടു നിന്നവർ പറഞ്ഞു, നിങ്ങളുടെ ഈ വാഹനമായതുകൊണ്ട് മാത്രമാണ് നിങ്ങൾ രക്ഷപ്പെട്ടതെന്ന്. പക്ഷേ ഞങ്ങൾ ഇന്നും ഉറച്ചു വിശ്വസിക്കുന്നു, പരിശുദ്ധ അമ്മ ഞങ്ങളെ സംരക്ഷിച്ചതുകൊണ്ട് മാത്രമാണ് ഞങ്ങളുടെ ജീവൻ രക്ഷപ്പെട്ടതെന്ന്.
അതുപോലെ തന്നെ ഞാൻ ഉടമ്പടി പുതുക്കി വീട്ടിൽ ചെന്ന സമയത്ത് ഒരു ദിവസം ഞാൻ കുഞ്ഞുങ്ങളെയൊക്കെ സ്കൂളിൽ വിട്ട് അടുക്കളയിലേക്ക് പണികൾക്കായി കയറി ചെന്നപ്പോൾ പരിശുദ്ധമ്മയുടെ സുഗന്ധാഭിഷേകം അത് കുന്തിരിക്കത്തിൻ്റെ മണമായിട്ടാണ് എനിക്ക് അനുഭവപ്പെട്ടത്. ഒരു ദിവസം വന്നു, ഞാൻ വിചാരിച്ചു അടുത്ത വീട്ടിലെ അവിടെ ഒരു രോഗി കിടപ്പുണ്ട്, അവർ അവിടെ എന്തെങ്കിലും കുന്തിരിക്കം പുകയ്ക്കുന്നതായിരിക്കും. രണ്ടാം ദിവസവും കുന്തിരിക്ക മണം വന്നു, ഞാൻ വിചാരിച്ചു അയൽവക്കത്തെ വീട്ടിലെ രോഗിയുടേതായിരിക്കും. മൂന്നാം ദിവസം ഇത് തന്നെ ഇങ്ങനെ തന്നെയാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ എന്നാൽ അതിന് ശേഷമാണ് എനിക്ക് ബോധ്യം വന്നത് പരിശുദ്ധമ്മയുടെ സജീവ സാന്നിധ്യമായിരുന്നു അതെന്ന്. അതെനിക്ക് മനസ്സിലായ സമയത്ത് ഞാൻ പരിശുദ്ധമ്മയോട് ക്ഷമ ചോദിച്ചു. എൻ്റെ അമ്മ എന്നോട് ക്ഷമിക്കണം, എനിക്കത് തിരിച്ചറിയാനുള്ള ഒരു വിവേകമില്ലാതായി പോയെന്ന് പറഞ്ഞു. പിന്നത്തെ പ്രാവശ്യം ഞാൻ പുതുക്കി വീട്ടിൽ ചെന്ന സമയത്ത് എനിക്ക് വ്യക്തിപരമായ പ്രാർത്ഥനയ്ക്ക് പലപ്പോഴും സമയം ഞാൻ കണ്ടെത്താറില്ലായിരുന്നു. ഞാൻ ജോലി ചെയ്ത് മടുത്ത് സാധാ അങ്ങ് കിടന്നുറങ്ങും, അല്ലാതെ പ്രാർത്ഥനയ്ക്ക് സമയം കണ്ടെത്തിയിരുന്നില്ല. ഇങ്ങനെയൊരു സാഹചര്യത്തിൽ ഞാൻ പരിശുദ്ധമ്മയോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് സുഗന്ധാഭിഷേകം വന്നു. വളരെ കൂടുതലായിട്ട് വളരെ പഫ് ചെയ്യുന്നത് പോലെ സുഗന്ധം തുടരെ വന്നുകൊണ്ടിരുന്നു. അപ്പോൾ എൻ്റെ ശരിക്കും പറഞ്ഞാൽ പേഴ്സണൽ പ്രെയറിനുള്ള എൻ്റെ മടി അങ്ങ് മാറി. ഞാൻ ഈ പേഴ്സണൽ പ്രെയറിനായി ഉത്സാഹിച്ചുകൊണ്ടിരുന്നു. പിന്നെ തുടർന്നുള്ള ദിവസങ്ങളിൽ എനിക്ക് വളരെ നാളുകളിൽ ഈ സുഗന്ധം അനുഭവപ്പെടുകയും എനിക്ക് അത് വരുന്ന സമയത്ത് എനിക്ക് ബൈബിൾ വായിക്കുവാനും പേഴ്സണൽ പ്രെയർ ചെയ്യുവാനും ഒക്കെ വളരെ കൂടുതലായി താല്പര്യം ഉണ്ടാകുകയും ചെയ്തിട്ടുണ്ട്. എൻ്റെ പ്രാർത്ഥനാ ജീവിതത്തിൽ ഞാൻ ദിവ്യബലിയിൽ സംബന്ധിക്കാൻ മാക്സിമം ശ്രമിക്കാറുണ്ട്. അതോടൊപ്പം കുമ്പസാരം കഴിയുന്നതും ഞങ്ങൾ കുടുംബസമേതം ഒന്നിച്ചു ചേർന്ന് കുമ്പസാരത്തിനായി ഒരുങ്ങുകയും കുമ്പസാരിക്കാൻ പോവുകയും ചെയ്യാറുണ്ട്. ഇത്രയുമാണ് എൻ്റെ സാക്ഷ്യങ്ങൾ. എനിക്കും എൻ്റെ കുടുംബത്തിനും തന്ന ഇത്ര വലിയ അനുഗ്രഹത്തിന് പരിശുദ്ധ അമ്മയ്ക്ക് ഒരുപാട് നന്ദി. 19 എൻ്റെ കുഞ്ഞുമക്കളെ, ക്രിസ്തു നിങ്ങളിൽ രൂപപ്പെടുന്നതുവരെ വീണ്ടും ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഈറ്റുനോവ് അനുഭവിക്കുന്നു. സൗമ്യ ജോസ് എന്ന ഈ മകളും കുടുംബവും ഉടമ്പടി ജീവിതത്തിലൂടെ ലഭിച്ച നിരവധിയായ നന്മകളെ അമ്മയുടെ സന്നിധിയിൽ സന്തോഷത്തോടെ സാക്ഷ്യപ്പെടുത്തുകയാണ്. ഈ കുടുംബം ഈ എൽത്താരയിൽ പങ്കുവച്ചത് കുടുംബത്തിൽ ലഭിച്ച ആത്മീയ ജീവിതത്തിൻ്റെ ബലത്തെക്കുറിച്ചാണ്. കൂടുതൽ വിശ്വാസത്തിൽ വളരുവാൻ, വ്യക്തിപരമായ പ്രാർത്ഥനയിൽ കൂടുതൽ മുന്നേറുവാൻ, അമ്മ മാതാവിൻ്റെ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് ജീവിതത്തെ ക്രമപ്പെടുത്തി കൂടുതൽ എളിമപ്പെടുത്തി വിശുദ്ധീകരിക്കുവാൻ അമ്മ നൽകിയ അവസരങ്ങളെ നന്ദിയോടുകൂടി ഈ എൽത്താരയിൽ സാക്ഷ്യപ്പെടുത്തുകയാണ്. അമ്മ ഈ കുടുംബത്തെ ഐക്യത്തിൽ സ്നേഹത്തിൽ ഒരുമിച്ച് ചേർത്ത് ഈ എൽത്താരയിലേക്ക് കൊണ്ടുവന്നതിനാണ് മകൾ ആദ്യം അമ്മയുടെ തിരുനടയിൽ നന്ദി പറഞ്ഞത്. പിന്നെ ഒരു ലോണിന് വേണ്ടിയുള്ള പരിശ്രമം ആദ്യകാലത്ത് നിരന്തരം അത് തിരസ്കരിച്ചു കൊണ്ടിരുന്നത് അമ്മയുടെ കൃപയാൽ മകൾ ആഗ്രഹിച്ച ലോൺ എടുക്കുവാൻ എല്ലാ സാഹചര്യങ്ങളും ഒരുങ്ങിക്കിട്ടിയതിനെ സന്തോഷത്തോടെ സാക്ഷ്യപ്പെടുത്തി. അപകടത്തിൽ അമ്മ മാതാവ് കാത്തുകൊള്ളുകയും വലിയ ക്ലേശവും ദുരിതവും ഉണ്ടാകാമായിരുന്നത് പോറൽ പോലും ഏൽക്കാതെ കുടുംബത്തെ സംരക്ഷിച്ചതിനും അമ്മയുടെ തിരുനടയിൽ നന്ദി പറയുകയാണ്. കുടുംബം മുഴുവനും ജീവിതത്തിൻ്റെ വ്യത്യസ്തമായ സാഹചര്യങ്ങളിൽ അമ്മയുടെ ഉടമ്പടിയിൽ വിശുദ്ധിയിലും വിശ്വസ്തതയിലും ശരണപ്പെട്ട് പ്രാർത്ഥിച്ച് മുന്നേറുമ്പോൾ അമ്മ മാതാവ് തന്നെ കാവലൊരുക്കുകയും ഈശോയുടെ സംരക്ഷണയിൽ ജീവിത വിഷയങ്ങൾ ഓരോന്നും ഏറ്റെടുത്ത് സമാധാനത്തിലേക്ക്, പരിഹാരത്തിലേക്ക്, ശ്രേയസ്സിലേക്ക്, പുതിയ വഴികൾ കണ്ടെത്തുവാനുള്ള ജീവിത അഭിവൃദ്ധിയിലേക്ക് മകളെ എങ്ങനെ നയിച്ചുവെന്ന് അൾത്താരയിൽ സാക്ഷ്യപ്പെടുത്തുകയാണ്. ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കുമ്പോഴുള്ള സ്വാഭാവികമായ എല്ലാ ഭയപ്പാടുകളെയും അമ്മ മാറ്റുകയും അമ്മ എത്ര നന്നായി അന്യഭാഷയിലുള്ള ഇൻ്റർവ്യൂവിൽ പങ്കെടുത്ത് അത് മകൾക്ക് അനുഗ്രഹത്തിന് കാരണമാക്കുവാൻ സാധിച്ചുവെന്നും പ്രത്യേകം സാക്ഷ്യപ്പെടുത്തി. കുടുംബത്തിൽ ലഭിച്ച വിവിധങ്ങളായ നന്മകളെ ദൈവസന്നിധിയിൽ നന്ദിയോടെ ഓർക്കുമ്പോൾ ആ കുടുംബം ആവർത്തിച്ച് നമ്മോട് പറയുന്നുണ്ട്, സവിശേഷമായിട്ടുള്ളത് അമ്മ മാതാവ് ഒരു ആത്മീയ ജീവിതം ഞങ്ങളുടെ കുടുംബത്തിന് നൽകി, ദൈവസ്നേഹത്തോടുകൂടി വ്യാപരിക്കുവാൻ ഞങ്ങളെ സഹായിച്ചു, വ്യക്തിപരമായി പ്രാർത്ഥിക്കുവാനും ദൈവവചനം വായിക്കുവാനും പരസ്പരം സ്നേഹത്തോടുകൂടി എല്ലാവരോടും സഹകരിക്കുവാനും അമ്മ ഞങ്ങളെ പുതുതായി പരിശീലിപ്പിച്ചു തന്നു. അതിനുള്ള നന്മയും അതിലുറച്ചു നിൽക്കുവാനുള്ള ആഗ്രഹവുമാണ് അൾത്താരയിൽ പങ്കുവെക്കുന്നതും. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതങ്ങളെ അമ്മയുടെ കരങ്ങളിൽ ഒന്ന് കൊടുത്ത് പരിശോധിക്കുക. ക്രിസ്തു രൂപപ്പെടുമ്പോൾ മാത്രമാണ് നമ്മൾ ഓരോരുത്തരും ക്രിസ്തുവിൻ്റെ സ്വഭാവമുള്ളവരായി മാറ്റപ്പെടുന്നത്.
അതാണ് പൗലോസ്ലീഹ ഗലാത്യർ 4:19 നമ്മളോട് പറയുക, ക്രിസ്തു നിങ്ങളിൽ രൂപപ്പെടുന്നത് വരെ വീണ്ടും ഞാൻ നിങ്ങളെ പ്രതി ഈറ്റുനോവ് അനുഭവിക്കുന്നു. ക്രിസ്തു വളരുക എന്ന പ്രക്രിയയാണ് ആത്മീയ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. ക്രിസ്തു നമ്മളെ രൂപപ്പെടുമ്പോൾ നാം ക്രിസ്തുവിനെ പോലെ സ്നേഹിക്കുന്നവരാവും, ക്രിസ്തുവിനെ പോലെ ദൈവപിതാവിൽ ആശ്രയിക്കുന്നവരാവും, ക്രിസ്തുവിനെ പോലെ അമ്മ മാതാവിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് നിരന്തരം മറ്റുള്ളവർക്ക് അനുഗ്രഹം ചൊരിയുന്നവരായി ജീവിതം മാറ്റിക്കൊണ്ടിരിക്കും. അതിൻ്റെ സന്തോഷം ഈ കുടുംബം ഈ അൾത്താരയിൽ പങ്കുവയ്ക്കുന്നു. ഈ കുടുംബത്തിന് ലഭിച്ച ഈ അനുഗ്രഹങ്ങൾക്ക് അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാനായിട്ട് എന്നെ അനുവദിച്ച ദൈവപിതാവിനും ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും 1000 നന്ദി. എൻ്റെ പേര് ഷൈനി മാത്യു. ഞാൻ കൊല്ലം ജില്ലയിലെ അയർകാല ഇടവകയിൽ നിന്ന് വരുന്നു. 20/6/2023 ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത്. 9 പ്രാവശ്യം ഞാൻ ഉടമ്പടി പുതുക്കിയിട്ടുണ്ട്. എൻ്റെ ആദ്യത്തെ സാക്ഷ്യം എന്ന് പറയുന്നത്, കുടുംബ പ്രശ്നങ്ങൾ മൂലം വിഷമിച്ചിരുന്ന സമയത്ത് എൻ്റെ അടുത്ത പള്ളിയിൽ തന്നെയുള്ള ആളുകളെ കൃപാസനത്തെപ്പറ്റി സംസാരിക്കുകയും കൃപാസനം പത്രം കിട്ടിയതിൻ്റെ വെളിച്ചത്തിൽ കൃപാസനത്തെക്കുറിച്ച് കൂടുതൽ എനിക്ക് അറിയുവാൻ സാധിച്ചു. അങ്ങനെ ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തു. ഉടമ്പടി എടുത്തത് അധികം താമസിയാതെ തന്നെ എൻ്റെ കുടുംബ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം ലഭിച്ചു. എൻ്റെ രണ്ടാമത്തെ സാക്ഷ്യം എന്ന് പറയുന്നത്, 15 വർഷമായിട്ട് എനിക്ക് വെരിക്കോസ് വെയിൻ എന്ന് പറയുന്ന രോഗം മൂലം ഞാൻ ഒത്തിരിയേറെ ബുദ്ധിമുട്ടിയിരുന്നു. നടക്കാൻ പറ്റിയില്ല, ഒരു ജോലി ചെയ്യാൻ പറ്റിയില്ല, പലതരത്തിൽ ഞാൻ വിഷമിച്ചിരുന്ന സമയത്താണ് ഞാൻ ഉടമ്പടി എടുത്ത് ഉടമ്പടി തൈലവും ഉടമ്പടി ഉപ്പും ഉടമ്പടി തേനും എല്ലാം ഞാൻ ഉപയോഗിച്ച് അതുകൊണ്ട് മരുന്നൊന്നും ഞാൻ അത് കഴിഞ്ഞ് കഴിച്ചില്ല. 15 വർഷമായിട്ട് ഒത്തിരിയേറെ മരുന്നുകൾ ഞാൻ കഴിച്ചിരുന്നു. അത് കഴിഞ്ഞ് മരുന്നെല്ലാം നിർത്തി ഈ ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് ഇതിൻ്റെ ഫലമായിട്ട് എനിക്ക് ആ രോഗത്തിന് പൂർണ്ണ സൗഖ്യം ലഭിച്ചു. അതുപോലെ തന്നെ മൂന്നാമതായി ഞാൻ പറയാൻ പോകുന്ന സാക്ഷ്യം, എനിക്ക് ഒരു കടം കൊടുക്കാനുണ്ടായിരുന്നു. കുറച്ച് പൈസ കടം വീട്ടാനുണ്ടായിരുന്നു. അത് എനിക്ക് പെട്ടെന്ന് കൊടുക്കണമെന്ന് പറഞ്ഞ് അദ്ദേഹം എനിക്ക് ഒരു മെസ്സേജ് അയച്ചു. അപ്പോൾ എനിക്ക് വളരെ വിഷമം തോന്നി. ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മേ, ഞാൻ അമ്മയുടെ അടുത്ത് വന്ന് ഉടമ്പടി എടുത്തിട്ടുള്ളതല്ലേ, എനിക്കിത് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് കുറച്ച് വിഷമിച്ച് ഞാനിരുന്ന സമയത്ത് ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ ആ വ്യക്തി എനിക്ക് മെസ്സേജ് വിടുവാണ്, നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് 4 പ്രാവശ്യമായിട്ട് ആ എമൗണ്ട് അദ്ദേഹത്തിൻ്റെ അക്കൗണ്ടിലെത്തി. പക്ഷേ എൻ്റെ അക്കൗണ്ടിൽ ഒരു പൈസ ഇല്ലായിരുന്നു. എങ്ങനെ സംഭവിച്ചെന്ന് ഇന്നും ഞാൻ വിശ്വസിക്കുന്നത് മാതാവ് അത് നടത്തി തന്നതാണെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. മറ്റുള്ളവരോട് പറയുമ്പോൾ അവർ വിശ്വസിക്കുകയോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷേ എനിക്ക് നല്ല ഉറപ്പുണ്ട് ഇത് സംഭവിച്ചതാണ്. അതുപോലെ ഞാൻ അഖണ്ഡ ജപമാല 4ാമത്തെ സാക്ഷി ഞാൻ പറയുന്നത്, ഞാൻ അഖണ്ഡ ജപമാല റാലിയിൽ പങ്കെടുത്ത് തിരിച്ചു വന്ന ഉടനെ തന്നെ ഞങ്ങൾക്ക് ഇച്ചിരി സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഞാൻ അമ്മയോട് പറഞ്ഞായിരുന്നു. ഞാൻ ഇവിടെ മുതൽ അവിടെ വരെ ജപമാല ചൊല്ലിയാണ് പോയത്. പിന്നെ അവിടെ ചെന്ന് എനിക്കൊരു ക്ഷീണമൊന്നും ഉണ്ടായില്ല. എല്ലാം അത്ഭുതകരമായിട്ട് എനിക്ക് റാലി പങ്കെടുക്കാൻ പോലും പറ്റുമെന്ന് ഞാൻ വിചാരിച്ചിരുന്നല്ല. പക്ഷേ അത്ഭുതകരമായിട്ട് ഓരോ ഘട്ടത്തിലും അമ്മ സഹായിച്ച് എന്നെ അഖണ്ഡ ജപമാല റാലി സംബന്ധിക്കാൻ സഹായിച്ചു. അതിനുശേഷം അധികം താമസിയാതെ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഞങ്ങൾക്കുണ്ടായിരുന്ന സ്ഥലത്ത് മരം കച്ചവടം നടക്കുകയും അത് സാമ്പത്തികം കൊണ്ട് ഞങ്ങൾക്ക് ഒത്തിരിയേറെ സാമ്പത്തിക പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സാധിക്കുകയും ചെയ്തു. ഇതെല്ലാമാണ് എനിക്ക് കിട്ടിയ ഉടമ്പടി മുഖാന്തരം എനിക്ക് കിട്ടിയ ദൈവാനുഗ്രഹങ്ങൾ. അതുപോലെ ഞാൻ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ പത്രം എല്ലാ പ്രാവശ്യവും വന്ന് 3 കെട്ട് പത്രം കൊണ്ട് കൊടുക്കും. അതുകൂടാതെ ഇടയ്ക്ക് ഞാൻ ഇവിടെ വരുമ്പോൾ മേടിച്ചുകൊണ്ട് പോകുന്ന പത്രവും എല്ലാവർക്കും കൊടുക്കും. വഴിക്ക് എവിടെയെങ്കിലും പള്ളിയുടെ മുന്നിലോ എവിടെയെങ്കിലും കൃപാസനം പത്രം കണ്ടിട്ടുണ്ടെങ്കിൽ അതെടുത്ത് ഞാൻ അത് വേണ്ട ആളുകൾക്ക് കൊണ്ട് എത്തിച്ചു കൊടുക്കും. അതുപോലെ ഞാൻ ഓട്ടിസം ബാധിച്ച ഒരു കുട്ടിയാണ് ആദ്യമായിട്ട് കൃപാസനത്തിൽ ഞാൻ ഉടമ്പടി എടുത്ത ഉടനെ ഓട്ടിസം ബാധിച്ച മൂക്കിൽ ട്യൂബൊക്കെ ഇട്ട് ഭക്ഷണം കഴിക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ മൂക്കി ട്യൂബിട്ട് ഇവിടെ വന്ന ഒരു കുട്ടി, മൂക്കി ട്യൂബിട്ട് ഇരിക്കുന്ന ഒരു കുട്ടിയാണ് ഞാൻ ആദ്യമായിട്ട് ഇവിടെ പിന്നെ ഉടമ്പടി എടുക്കാനായിട്ട് ഇവിടെ അച്ഛനെ കാണിക്കാൻ വന്ന. അപ്പം ആ കുഞ്ഞിൻ്റെ അമ്മ ഉടമ്പടി എടുത്തു. അങ്ങനെ അച്ഛനെ കണ്ടു. അങ്ങനെ അതിനുശേഷം പലപ്പോഴായിട്ട് ഒരു വണ്ടിക്ക് ഏകദേശം ഒരു വണ്ടിക്ക് ആളാകുമ്പോഴത്തേനും ഞാൻ അവിടുന്ന് ആളെ കൊണ്ടുവരും, ഇവിടെ വന്ന് ഉടമ്പടി എടുപ്പിച്ച് പോകും. അങ്ങനെ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ പ്രേക്ഷിത പ്രവർത്തനം നടക്കുമ്പോൾ അവിടെ ആളുകൾക്ക് എന്ത് സഹായം, പൈസ ഇല്ലാത്തവരാണെങ്കിൽ അവർക്ക് എനിക്കൊന്ന് പോകണം, എനിക്ക് പൈസ ഇല്ല എന്ന് പറയുവാണെങ്കിൽ നമുക്ക് പറ്റുന്ന പോലെ ഏതെങ്കിലും തരത്തിൽ കിട്ടുന്ന പോലെ അവരെ ഞങ്ങൾ കൊണ്ടുവരാറുണ്ട്. ഈ കാര്യങ്ങളെല്ലാം എനിക്ക് തന്ന. അതുപോലെ ഞാൻ ഉടമ്പടി നേർച്ച വസ്തുക്കൾ എല്ലാ ദിവസവും ഉപയോഗിക്കാറുണ്ട്. രാവിലെ പ്രാർത്ഥനയുടെ സമയത്ത് വിശ്വാസ പ്രമാണം ചെല്ലുന്ന സമയത്ത് തന്നെ ഞങ്ങളുടെ കുടുംബമായിട്ട് ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപയോഗിക്കാറുണ്ട്. അതുപോലെ അതിൻ്റെ ഫലം അതൊക്കെ പറയാൻ പറ്റുമെന്നറിയില്ല. ഒത്തിരി കാര്യങ്ങൾ പിള്ളേരുടെ കാര്യങ്ങളൊക്കെയാണ്, അവർ വരാത്തതുകൊണ്ട് പറയാൻ പറ്റുമെന്നറിയില്ല.
അത് അവർ വരുമ്പോൾ പറഞ്ഞോളാം. പിള്ളേരും അതുപോലെ ഹസ്ബൻഡും ഒക്കെ വിശ്വാസത്തിലേക്ക് വന്നത് ഈ ഞാൻ എടുത്ത ഉടമ്പടി കണ്ട് അതുകൊണ്ടുണ്ടായ അനുഗ്രഹങ്ങൾ കൊണ്ട് അവരെല്ലാം വിശ്വാസത്തിലേക്ക് വന്നു. രാവിലെയും വൈകുന്നേരവും ഞങ്ങൾ പ്രാർത്ഥനയിലെല്ലാം കൃത്യമായിട്ട് സംബന്ധിക്കുക. അതിനു മുമ്പൊന്നും അതൊന്നും ഓർഡർ അല്ലായിരുന്നു. പക്ഷേ അതിനുശേഷം അവരെല്ലാവരും വിശ്വാസത്തിലേക്ക് വരികയും ഭർത്താവ് ഉടമ്പടി എടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ അനുഗ്രഹങ്ങളെല്ലാം എനിക്ക് തന്ന ദൈവപിതാവിനും ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും ഒരായിരം നന്ദി. വെളിപാട് 21:4 അവിടുന്ന് അവരുടെ മിഴികളിൽ നിന്ന് കണ്ണീർ തുടച്ചു നീക്കും. ഇനിമേൽ ദുഃഖമോ മുറവിളിയോ വേദനയോ ഉണ്ടാവുകയില്ല, പഴയതെല്ലാം കടന്നുപോയി എന്ന ഈ സഹോദരി തൻ്റെ ഉടമ്പടി ജീവിതത്തിൽ വന്ന കുടുംബ നവീകരണവും ജീവിത വിഷയങ്ങൾക്ക് ലഭിച്ച സൗഖ്യാനുഭവങ്ങളെയുമാണ് ഈ എൽത്താരയിൽ പങ്കുവച്ചത്. മകൾ സൂചിപ്പിച്ചു, ഏറെ കുടുംബ പ്രശ്നങ്ങളാൽ ക്ലേശിച്ച നാളുകളിലാണ് അമ്മയുടെ അരികിൽ ഉടമ്പടി എടുക്കുവാൻ വന്നത്. ഉടമ്പടി തൻ്റെ തന്നെ ജീവിതത്തെ മാറ്റിമറിച്ചു. ദൈവസ്നേഹത്തിലേക്ക്, അനുതാപത്തിലേക്ക്, ക്ഷമയിലേക്ക്, വിശ്വാസ വളർച്ചയിലേക്ക് ജീവിതം മാറുമ്പോൾ കുടുംബത്തിലുണ്ടായിരുന്ന ഓരോരോ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുകയും കുടുംബത്തിൽ സമാധാനവും ദൈവവിശ്വാസവും അതുവഴി വർദ്ധിക്കുകയും ചെയ്തുവെന്ന് സാക്ഷ്യപ്പെടുത്തുകയാണ്. പ്രിയ സഹോദരി, ഉടമ്പടി നമ്മളെ കേവലം ആവശ്യങ്ങൾ നേടുവാൻ വേണ്ടി നമ്മളെ ഒരുമിച്ച് കൊണ്ടുവരുന്ന ഒരിടമല്ല. ഉടമ്പടി നമ്മുടെ ജീവിതങ്ങളെ പുതുക്കിപ്പണിയുവാൻ വേണ്ടി അമ്മ മാതാവും തിരുക്കുമാരനും ഒരുമിച്ച് കൊണ്ടുവരുന്ന ഇടമാണിത്. അതുകൊണ്ട് തന്നെ ഉടമ്പടി എടുക്കുന്ന നാളുകളിൽ തന്നെ നമ്മളോട് തന്നെയാണ് ദൈവം സംസാരിക്കുന്നത്. നിൻ്റെ ജീവിതം എങ്ങനെയുണ്ട്? ഈ പുറമേ കാണുന്ന അഴകേയുള്ളോ? നിൻ്റെ ആത്മാവിനൊരഴകുണ്ടോ? നിൻ്റെ ആത്മാവ് വിശുദ്ധിയും തെളിമയുമുള്ളതാണോ? നിൻ്റെ സ്നേഹം കലർപ്പില്ലാത്തതും നിഷ്കളങ്കവുമാണോ? നിൻ്റെ ബന്ധങ്ങൾ വിശുദ്ധവും മറ്റുള്ളവർക്ക് നന്മയുള്ളതുമാണോ? നിൻ്റെ പെരുമാറ്റത്തിൽ ആരെയും മുറിപ്പെടുത്താതെ ജീവിക്കുവാൻ സാധിക്കുന്നുണ്ടോ? ആസക്തികളും അലസതയും ലഹരിയുടെ ഉപയോഗവുമൊക്കെ നിൻ്റെ ജീവിതത്തെ വല്ലാതെ കാർന്ന് തിന്ന് നിൻ്റെ കുടുംബത്തിൻ്റെ അടിവേര് ഇളക്കുന്നുണ്ടോ? ഇത് ഉടമ്പടി എടുക്കുന്ന നാളുകളിൽ നമ്മോട് ദൈവം ചോദിക്കുന്ന ചില ചോദ്യങ്ങളാണ്. നമുക്കിത് വേണമെങ്കിലൊന്ന് അവോയ്ഡ് ചെയ്യാം, തള്ളിക്കളയാം. അത് ഉടമ്പടിയിൽ വെച്ചിരിക്കുന്ന നിയോഗങ്ങൾ അനുഗ്രഹമാകുന്നതിന് താമസമുണ്ടാവും. കാരണം ദൈവം ചില ചോദ്യങ്ങൾ നമ്മളോട് ചോദിക്കുമ്പോൾ തികച്ചും അതിൽ നിന്ന് ഉത്തരങ്ങൾ അവിടുന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. വാഗൊണ്ടുള്ള ഉത്തരങ്ങളല്ല, ജീവിതം കൊണ്ട് തിരുത്തുന്ന ഉത്തരങ്ങൾ ദൈവം എപ്പോഴും നമ്മളിൽ നിന്നും ആഗ്രഹിക്കുന്നുണ്ട്. ഉടമ്പടി സീരിയസ് ആയിട്ട് എടുക്കുന്നവർ ക്ഷമിക്കുവാൻ കരുത്തുള്ളവരായിരിക്കണം, അനുതപിക്കുവാൻ തയ്യാറുള്ളവരായിരിക്കണം, സഹോദരന് വേണ്ടി ഉള്ളു തുറന്ന് നൽകുവാൻ സന്തോഷമുള്ളവരായിരിക്കണം. ആരുടെയും ഒന്നും നമ്മുടെ ജീവിതത്തിലേക്ക് അനർഹമായത് കവരത്തില്ല എന്ന് തീരുമാനമുള്ളവരായിരിക്കണം. ദൈവനാമത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ഉള്ളായ്മയിലും ഇല്ലായ്മയിലും ദൈവസ്നേഹത്തിൽ ജീവിക്കുവാൻ കൃപയുള്ളവരായിരിക്കണം. അതാണ് ഉടമ്പടി നമുക്ക് മജ്ജയും മാംസവും വെച്ച് നാം ചെയ്യുന്ന പ്രവൃത്തികളൊക്കെയും അനുഗ്രഹമാകും വിധം ജീവിതം മാറ്റിമറിക്കുന്നതിന് കാരണമാവുക. അതുകൊണ്ട് ഉടമ്പടി ഒരിക്കലും ഒരു തൊലിപ്പുറമേയുള്ള ചികിത്സയല്ല. ജോസഫ് അച്ഛൻ ആവർത്തിച്ച് നമ്മളോടത് പറയും. ഇത് നിൻ്റെ ആത്മാവിനെ നോക്കി, ജീവിതത്തെ നോക്കി, ജീവിതത്തിൻ്റെ ഓരോ ഇടപെടലുകളെയും നോക്കിക്കൊണ്ട് ദൈവം നമ്മോട് ചോദിച്ചു കൊണ്ടിരിക്കും, എനിക്ക് ചേർന്ന വിധത്തിൽ നിൻ്റെ ജീവിതം രൂപപ്പെട്ടു വരുന്നുണ്ടോ? എൻ്റെ ഹിതമനുസരിച്ച്, ഇഷ്ടമനുസരിച്ച് നിൻ്റെ ജീവിതത്തിൻ്റെ തീരുമാനങ്ങളും രീതികളും മാറുന്നുണ്ടോ? ഈ മാറ്റത്തിന് വേണ്ടി നമ്മളെ വിട്ടുകൊടുക്കുമ്പോഴാണ് നാം അമ്മയുടെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കുന്ന നിയോഗങ്ങൾ സമയ ചുരുക്കത്തിൽ നമുക്ക് അനുഗ്രഹത്തിന് കാരണമാവുക. സഹോദരി പറഞ്ഞു, 15 വർഷമായുള്ള വെരിക്കോസിൻ്റെ രോഗത്തെക്കുറിച്ച്. മരുന്നുകൊണ്ട് ഫലിക്കാതെ നിരന്തരം ശല്യവും അസ്വസ്ഥതയും ഉണ്ടാക്കിക്കൊണ്ടിരുന്നൊരു രോഗം. ഉടമ്പടിയെടുത്ത നേർച്ച വസ്തുക്കളുടെ ഉപയോഗത്തിൽ തന്നെ അമ്മ മാതാവിൻ്റെ അരികിൽ ഒരു അടിമസമർപ്പണം ചെയ്ത് സ്വയം വിധേയപ്പെടുത്തിക്കൊണ്ട് ജീവിതം നവീകരിക്കുവാൻ തയ്യാറാകുമ്പോൾ നേർച്ച വസ്തുക്കളുടെ ഉപയോഗം രോഗത്തിന് സൗഖ്യമായി മാറുന്നതിനെക്കുറിച്ച്, സാമ്പത്തിക മേഖലകളിൽ കടബാധ്യതകൾ മാറുന്നതിനെക്കുറിച്ച്, ക്ലേശങ്ങൾ ഇല്ലാതാവുന്നതിനെക്കുറിച്ച്, മകൾ പോലും അറിയാതെ അക്കൗണ്ടിൽ പണമില്ലാതിരിക്കുമ്പോഴും കടബാധ്യത വീട്ടിക്കൊടുക്കുന്ന അത്ഭുതത്തെക്കുറിച്ച് മകൾ വാക്കുകൾ കൊണ്ട് സൂചിപ്പിക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, ഉടമ്പടി നമ്മൾ ഓരോരുത്തരെയും പൊതിഞ്ഞു പിടിച്ച് അനുഗ്രഹിക്കും. ഏതൊരു സങ്കടക്കടലിൽ നിന്നും കരം പിടിച്ചുയർത്തും. നമ്മുടെ കൂടെ നിന്ന് അമ്മയുടെ സാന്നിധ്യവും സംരക്ഷണവും ഇങ്ങനെ സഞ്ചരിക്കുന്നത് നമുക്ക് കാണാനാവും. നമ്മൾ അമ്മയെ ആഗ്രഹിക്കുന്നത് പോലെ ജീവിതത്തെ ഒന്ന് ക്രമപ്പെടുത്തുവാൻ, വചനത്തിൽ നാം വായിക്കുന്നത് പോലെ യോഹന്നാൻ 2:5 ഈശോ ആഗ്രഹിക്കുന്നത് പോലെ പ്രവർത്തികളിലൂടെ ദൈവനാമത്തെ മഹത്വപ്പെടുത്തുവാൻ തയ്യാറാകുമ്പോൾ
ഉടമ്പടി തുടർച്ചയായ അനുഗ്രഹത്തിൻ്റെ അനുഭവങ്ങളിലൂടെ നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ ഉടമ്പടി ജീവിതത്തെ പുനഃക്രമീകരിച്ചത്, സൗഖ്യം നൽകിയത്, ക്ലേശങ്ങൾ അകറ്റിയത് ഈ സഹോദരി ഈ എൽത്താരയിൽ സാക്ഷ്യപ്പെടുത്തുന്നു. നമുക്കും ഇത് സാധ്യമാണ്. അമ്മയോട് ചേർന്ന് സഞ്ചരിക്കുവാൻ നമ്മൾ തയ്യാറാണെങ്കിൽ ഈ കുടുംബത്തിൽ ലഭിച്ച ഈ അനുഗ്രഹങ്ങൾക്ക് അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം സമർപ്പിക്കാം. ആദ്യമായി എനിക്ക് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ അമ്മയെ തിരുക്കുമാരനോടും അമ്മയ്ക്ക് നന്ദി പറയുന്നു. എൻ്റെ പേര് സജീഷ്, ഞാൻ കൊല്ലത്തുനിന്ന് വരുന്നു. ഞാൻ ജർമ്മൻ ലാംഗ്വേജ് സ്റ്റുഡൻ്റാണ്. ഫസ്റ്റ്ലി ഞാൻ സെപ്റ്റംബർ 24, 2024 ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത്. ഉടമ്പടി എടുക്കാനുള്ള റീസൺ, എനിക്ക് ജർമ്മൻ ലാംഗ്വേജിൻ്റെ ഡേറ്റ് കിട്ടുന്നില്ലായിരുന്നു എക്സാം എഴുതാനായിട്ട്. അപ്പോൾ ഞാൻ കുറേ ട്രൈ ചെയ്തിട്ടും 3-4 മാസത്തോളമായിട്ട് എനിക്ക് ഡേറ്റ് കിട്ടാതായപ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത്. ഉടമ്പടി എടുത്ത് 5 ദിവസത്തിന് ശേഷം എനിക്ക് ഡേറ്റ് കിട്ടി എക്സാം ഞാൻ പോയി എഴുതി. ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ എനിക്ക് 3 മൊഡ്യൂൾ കിട്ടി. 3 മൊഡ്യൂൾ കിട്ടിക്കഴിഞ്ഞപ്പോൾ ആ ഒരു ഇതിൽ പിന്നെ ഞാൻ ഉടമ്പടിയെല്ലാം ഉഴപ്പി കൈനങ്ങ് പോയി. അത് കഴിഞ്ഞ് കുറേ കാലം കഴിഞ്ഞപ്പോഴത്തേക്ക് 3 മൊഡ്യൂളുണ്ടല്ലോ, പെട്ടെന്ന് തന്നെ ജർമ്മനിക്ക് പോകാമെന്നുള്ള രീതിയിലായപ്പോൾ നടന്ന ഓരോ ഏജൻസിയിൽ കൊടുത്തിട്ട് പോലും എനിക്ക് നടക്കുന്നില്ലായിരുന്നു ഒന്നും. അങ്ങനെ ഞാൻ രണ്ടാമത് പിന്നെയും ഉടമ്പടി ഒന്നും കൂടി പുതുക്കിയപ്പോഴും ആ ഉള്ള മടി കാരണം അതും പിന്നെയും സ്കിപ്പായി. ഓരോ ദിവസം എണീക്കാനുള്ള മടി കാരണം എൻ്റെ കയ്യിൽ നിന്ന് പോയി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കൂടെ എൻ്റെ പുറകെ പഠിച്ചവരായാലും കുറേ കൂടെ കൂട്ടുകാരും എല്ലാവരും എല്ലാം ജർമ്മനിക്ക് പോയിട്ടും എനിക്കൊന്നും ശരിയാവുന്നില്ലായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ അമ്മ എന്നോട് പറഞ്ഞു, നീ നല്ലോണം ഉടമ്പടി എടുത്ത് മൊത്തത്തിൽ ഒരുങ്ങി പ്രാർത്ഥിച്ച് കറക്റ്റായിട്ട് പോയി കഴിഞ്ഞാൽ നിനക്ക് എല്ലാ കാര്യങ്ങളും അമ്മ നടത്തി തരുമെന്ന് പറഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ 3ാമത്തെ ഉടമ്പടിയും എടുത്തു. നവംബർ 11 എടുത്തു കഴിഞ്ഞപ്പോൾ തന്നെ ഏജൻസിയിൽ നിന്ന് ഒരു ഇത് വന്നിട്ട് പറഞ്ഞു, ഈ വരുന്ന മാർച്ച് ഇൻടേക്ക് വരെ നീ വെയിറ്റ് ചെയ്യണ്ട, ജാനുവരിയിലേക്ക് ഒരു ഓപ്ഷനുണ്ട് പോകാനായിട്ട്, പക്ഷേ നേരത്തേക്കാൾ എമൗണ്ട് കുറച്ച് കൂടുന്നേ ഉള്ളൂ എന്നുള്ള രീതിയിൽ പറഞ്ഞു. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ വീട്ടിലെ ഒരിതിൽ കാരണം എനിക്ക് എമൗണ്ട് ഒന്നും സെറ്റായില്ലായിരുന്നു. പല രീതിയിൽ നോക്കി, ബാങ്ക് ലോൺ നോക്കി, റിലേറ്റീവ്സിനോട് ഫാമിലിയുള്ള മെമ്പേഴ്സിനോട് എല്ലാവരോടും ചോദിച്ചിട്ടും ഒരു രീതിയിലും എനിക്ക് കിട്ടുന്നില്ലായിരുന്നു. ആയിരിക്കുമ്പോൾ ഞാൻ പിന്നെയും എനിക്ക് ഉള്ളിൽ എവിടെയോ ഹോപ്പുണ്ട്, എനിക്ക് കിട്ടും, പോകാൻ പറ്റും എന്നുള്ളൊരു ഹോപ്പ് എനിക്ക് ഉള്ളിലുണ്ടായിരുന്നു. പക്ഷേ ഒരു രീതിയിൽ നടക്കാതായപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു, എനിക്ക് മാത്രം എന്താണ് മാതാവ് ഇങ്ങനെ എന്നുള്ള രീതിയിൽ ഞാൻ പ്രാർത്ഥിച്ചു. അപ്പോഴത്തേക്ക് ഒരു 2 ദിവസം കഴിഞ്ഞപ്പം എൻ്റെ ഒരു അടുത്ത് തന്നെയുള്ള ക്ലോസ് റിലേറ്റീവ് വന്നിട്ട് പറഞ്ഞു, എമൗണ്ട് ഇങ്ങനെ കയ്യിലുണ്ട്, ആവശ്യമൊന്നും പ്രത്യേകിച്ചില്ല, ഞാൻ വേണമെങ്കിൽ ഹെൽപ്പ് ചെയ്യാന്നുള്ള രീതിയിൽ പറഞ്ഞു. അങ്ങനെ ആൻറ്റി എന്നെ ഹെൽപ്പ് ചെയ്തു. കുറച്ച് എമൗണ്ട് പുള്ളിക്കാർ തന്നു, അല്ലാതെ എൻ്റെ ഒരു നെയ്ബർ തന്നെ കുറച്ച് എമൗണ്ട് തന്നു. അങ്ങനെ ആ ഒരു എമൗണ്ട് സെറ്റിലായി. അത് കഴിഞ്ഞു ഞാൻ VFSൻ്റെ ഡേറ്റ് കിട്ടി. VFSന് പോയപ്പോൾ എനിക്കറിയില്ലായിരുന്നു കറക്റ്റ് എമൗണ്ട് എവിടെ വാങ്ങത്തുള്ളൂ എന്നുള്ള കാര്യം. ഞാൻ 15,000 രൂപയായിട്ടാണ് പോയത്. അവിടെ വേണ്ടത് 11,171 രൂപയായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ അവിടെ ചെന്ന് കൊടുത്തപ്പോൾ 11,200 രൂപ ഞാൻ കൊടുത്തത്. അപ്പം അവരവിടെ പറഞ്ഞു കറക്റ്റ് 11,171 രൂപ മാത്രമേ വാങ്ങത്തുള്ളൂ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്ക് ചേഞ്ച് വേണ്ട, ബാക്കി എടുത്തോ എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടും അവരൊരു രീതിയിൽ ഇതാക്കുന്നില്ല. അപ്പോൾ എനിക്ക് വേറെ ഓപ്ഷനൊന്നുമില്ല. ഞാനപ്പോൾ കയ്യിൽ കാശ് രൂപ ഉണ്ടായിരുന്നു. ഞാൻ അവിടെ നിന്ന് പിടിച്ച് പ്രാർത്ഥിച്ചു. അപ്പോൾ പെട്ടെന്ന് എനിക്ക് അവിടെ ജസ്റ്റ് കണ്ട പേര് മാത്രം ചോദിച്ചൊരു ചേട്ടനെ കണ്ട ആ പുള്ളി എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു എന്താ കുഴപ്പമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ കാര്യം ഇങ്ങനെ പറഞ്ഞു. പുള്ളി പറഞ്ഞു ഞാൻ രാവിലെ ചായ കുടിച്ചെൻ്റെ മൈനസ് ബാക്കി പൈസ ഉണ്ട്, അത് എത്ര ഉണ്ടെന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞു. കറക്റ്റ് അത് 71 രൂപ ഉണ്ടായിരുന്നു. 100 രൂപ എൻ്റെ ഉണ്ടായതുകൊണ്ട് ആ 11,171 എനിക്ക് അവിടെ കൊടുക്കാൻ പറ്റി. അത് കഴിഞ്ഞു ഞാൻ VFSന് വെയിറ്റ് ചെയ്യാനായിട്ടിരുന്നപ്പോൾ ഞാൻ ഇങ്ങനെ യൂട്യൂബിൽ വീഡിയോ കണ്ടപ്പോഴത്തേക്ക് ഇങ്ങനെ കണ്ടു, നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ എന്താണെങ്കിലും ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കണമെന്ന്. ഞാനപ്പോൾ പെട്ടെന്ന് എൻ്റെ മനസ്സിൽ ഡിസംബറും കൂടി ആയതുകൊണ്ട് ഞാനൊരു ഫുട്ബോൾ ഭയങ്കര കാണുന്ന ഒരാളാണ്. അപ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മയിൽ വന്ന ഡിസംബർ 18 മെസ്സി വേൾഡ് കപ്പ് അടിച്ച ദിവസമാണ്. അപ്പം ആ ഒരു ഡേറ്റ് മുന്നേ ആയിട്ട് എനിക്ക് കിട്ടണമെന്നാണ് പ്രാർത്ഥിച്ചത്. അപ്പോൾ എല്ലാവരും പറഞ്ഞു VFS മിനിമം 14 ദിവസം എടുക്കുമെന്നാണ് പറഞ്ഞത്. അപ്പം ഈ 18 ആവുന്നത് 11ാമത്തെ ദിവസമായിട്ടാണ്. അപ്പം ഞാനിങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ എന്തായാലും നടക്കില്ലെന്ന് അറിയത്തില്ല, എന്നാലും ആ ഡേറ്റിന് മുന്നേ ആയിട്ട് കിട്ടണമെന്ന് പ്രാർത്ഥിച്ചു. ഡിസംബർ 15 ആയപ്പോൾ അവിടുന്ന് ഡിസ്പാച്ചായി. ഡിസംബർ 18 മുന്നേ ആയിട്ട് 17-ാം തീയതി തന്നെ എനിക്കത് വിസ കയ്യിൽ കിട്ടി. ഇതുവരെ തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും അമ്മ മാതാവിനോട് നന്ദി പറയുന്നു. പിന്നെ ചെയ്ത പ്രേക്ഷിത പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടുന്ന് കിട്ടുന്ന പത്രങ്ങളെല്ലാം ഹോസ്പിറ്റലുകളിലെല്ലാം കൊണ്ട് വിതരണം ചെയ്യുമായിരുന്നു. പിന്നെ ഞാൻ ജർമ്മൻ ഡേറ്റ് എടുത്ത് കൊടുക്കുകയും പിന്നെ ഓരോ ഡൗട്ട്സ് വന്ന് വയ്ക്കുന്ന എല്ലാ സ്റ്റുഡൻസിനെ ഹെൽപ്പ് ചെയ്യും. പിന്നെ എല്ലാ രീതിയിലും
എൻ്റെ അടുത്ത് ഹെൽപ്പ് ചോദിക്കുന്നത് എങ്ങനെയാണെങ്കിലും ഞാൻ മാക്സിമം അവരെല്ലാം ഹെൽപ്പ് ചെയ്യാൻ നോക്കാറുണ്ട്. പിന്നെ എൻ്റെ അടുത്തൊരു കുരിശടിയുണ്ട്, അവിടെ മാതാവിൻ്റെ കുരിശടിയാണ്. അവിടെ ഭയങ്കര വിശ്വാസമുള്ളതുകൊണ്ട് ഞാൻ മിക്കവാറും എപ്പോഴും എല്ലാം അവിടെ പോയി പ്രാർത്ഥിക്കാറുണ്ട്. അവിടെ വരുന്ന ഓരോ അമ്മമാരോടും എല്ലാവരോടും സംസാരിക്കുകയും ഓരോന്നൊക്കെ ഇതാക്കി അവരോട് പറ്റുന്ന ഹെൽപ്പെല്ലാം ചെയ്തു കൊടുക്കാറുണ്ട്. ഇതുവരെ തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഈശോയ്ക്കും അമ്മയ്ക്കും 1000 നന്ദി പറഞ്ഞു നിർത്തുന്നു. ജോബിൻ്റെ പുസ്തകം 22-ാം അധ്യായം 8 തിരുവചനങ്ങൾ. നീ അവിടുത്തോട് പ്രാർത്ഥിക്കുകയും അവിടുന്ന് ശ്രവിക്കുകയും ചെയ്യും. നിന്റെ നേർച്ചകൾ നീ നിറവേറ്റും. നീ തീരുമാനിക്കുന്ന കാര്യം നിനക്ക് സാധിച്ചു കിട്ടും. സജീഷ് എന്ന ഈ മകൻ്റെ വളരെ സ്നേഹത്തോടു കൂടെയുള്ള കമ്മ്യൂണിക്കേഷൻ നടത്തുന്ന ഒരു പ്രാർത്ഥനാ രീതിയാണ് ഈ പ്രത്യക്ഷീകരണ സാക്ഷ്യത്തിൽ ഈ മകൻ ഏറ്റുപറയുന്നത്. ഈ മകൻ ഇവിടെ വന്ന് ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിച്ചതിൻ്റെ ഉദ്ദേശം തന്നെ OET പാസ്സാകണം, ജർമ്മനിയിലേക്ക് പോകണം എന്നുള്ള ഉദ്ദേശത്തോടെയായിരുന്നു. ജോസഫ് അച്ഛൻ നമ്മെ ഓർമ്മിപ്പിക്കാറുണ്ട്, നിങ്ങൾക്ക് ഇൻസെൻറ്റീവായി കിട്ടുന്ന ആദ്യത്തെ ഗിഫ്റ്റ് നിങ്ങൾ ഒരിക്കലും നഷ്ടപ്പെടുത്തരുതെന്ന്. ഈ മകൻ ആദ്യമായി തന്നെ 3 മോഡ്യൂളും പാസ്സായി. അപ്പോൾ സജീഷിന് തോന്നിയത് ഇങ്ങനെയാണ്, ഇനി ഇതെല്ലാം ഉടമ്പടി അല്പം മുഴപ്പിയാലും ദൈവത്തെ അല്പം കൈവിട്ടാലും എൻ്റെ കാര്യങ്ങളെല്ലാം നടക്കും എന്ന ചിന്ത തോന്നിയതുകൊണ്ട് ഈ മകൻ ഉടമ്പടി ഉഴപ്പാൻ തുടങ്ങി. പക്ഷേ അടിക്കടിയായി വലിയ പ്രശ്നങ്ങൾ, സാമ്പത്തിക പ്രശ്നങ്ങളും പിന്നെ വിസ കിട്ടാനുള്ള വലിയ പ്രതിബന്ധങ്ങളും തടസ്സങ്ങളും എല്ലാം വന്നു തുടങ്ങിയപ്പോൾ സജീഷിൻ്റെ അമ്മ തന്നെ പറഞ്ഞു, മോനെ നീ ഉടമ്പടി പുതുക്കി പ്രാർത്ഥിക്കുക, അല്ലെങ്കിൽ നിൻ്റെ തടസ്സങ്ങളൊന്നും മാറിപ്പോവുകയില്ല. കാരണം ഉടമ്പടി എന്ന് പറയുന്നത് ഒരു വലിയ പ്രതിജ്ഞയാണ്, ഇതൊരു കളിത്തമാശയല്ല എന്ന് എപ്പോഴും ജോസഫ് അച്ഛൻ നമ്മോട് പറയുന്നുണ്ട്. നാം ഉടമ്പടി എടുത്തു കഴിഞ്ഞാൽ അത് കൃത്യമായി പാലിക്കേണ്ടത് നമ്മുടെ ഒരു വലിയ ഉത്തരവാദിത്വം കൂടിയാണ്. നമ്മുടെ ജോലി, അല്ലെങ്കിൽ നാം കൃത്യമായി ഭക്ഷണം കഴിക്കുന്നതും നാം ജോലിക്ക് പോകുന്നതും നാം കൃത്യമായി നമ്മുടെ ശുചിത്വ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് കൃത്യമായി ചെയ്യുന്നുണ്ട്. പക്ഷെ ഒരു കാര്യത്തിന് മാത്രമാണ് നമുക്ക് മുടക്ക് വരുന്നത്, നമുക്കൊരു ഭയം വരുന്നത്. ഞാൻ ഉടമ്പടി എടുത്താൽ എനിക്ക് എൻ്റെ ദൈവത്തോട് വിശ്വസ്തത കാണിക്കാൻ പറ്റുമോ എന്നുള്ള ഒരു ഭയം മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാ കാര്യത്തിനും നമുക്ക് പേടിയില്ല, നാം കൃത്യമായി ചെയ്യും. എന്തുകൊണ്ടോ ഈശോയെ സ്നേഹിക്കാനുള്ള കാര്യത്തിൽ എനിക്ക് പേടി തോന്നുന്നു എന്നാണ് പല മക്കളും ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്ന ഭയത്തെക്കുറിച്ച് പറയുന്നത്. സജീഷിന് ഉറപ്പായി ഞാൻ എൻ്റെ ഉടമ്പടി പുതുക്കുന്നത് ഈശോയെ സ്നേഹിക്കാൻ വേണ്ടി മാത്രമാണ്. അപ്പോൾ മാത്രമേ പരിശുദ്ധ അമ്മ എനിക്ക് വേണ്ടി ആദ്യം മാധ്യസ്ഥം വഹിച്ചതുപോലെ വീണ്ടും മാധ്യസ്ഥം വഹിക്കുകയുള്ളൂ എന്നുള്ളൊരു ഉറപ്പ് വന്നപ്പോഴാണ് സജീഷിനെ വീണ്ടും സ്നേഹത്തിലായത്. ഈശോയെ കൂട്ടുപിടിക്കാൻ, ഈശോയോട് പ്രാർത്ഥിക്കാനുള്ള അവന് കൃത്യമായി കുരിശടിയിൽ ചെന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഈശോ നമ്മെ കൃത്യമായി എല്ലാ ദിവസവും വരുമ്പോൾ ഒരു ദിവസം കൃത്യമായ സ്ഥലത്ത് നാം പ്രാർത്ഥിക്കാനെത്തുമ്പോൾ ഈശോ നമ്മെ കണ്ടില്ലെങ്കിൽ ഈശോയ്ക്ക് വലിയ സങ്കടമാണ് എന്ന മെസ്സേജാണ് സജീഷിന് ലഭിക്കുന്നത്. സജീഷ് വളരെ കൃത്യമായി പ്രാർത്ഥനയിൽ മുന്നേറാൻ തുടങ്ങി, കമ്മ്യൂണിക്കേഷൻ വളരെ കൃത്യമായി തുടങ്ങി. അമ്മയോട് ചോദിച്ചു, എനിക്ക് മാത്രം എന്തേ വിസ തരാത്തത്, എൻ്റെ കൂട്ടുകാരെല്ലാം ജർമ്മനിയിലേക്ക് കയറിപ്പോയല്ലോ. അങ്ങനെയാണ് മകൻ ഉടമ്പടി എടുത്ത് പരിശുദ്ധ അമ്മയോട് ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങിയത്. ഫുട്ബോൾ പ്രേമി ആയതുകൊണ്ട് ഡിസംബർ 18 എന്നൊരു ഡേറ്റ് കൊടുത്തു. മകന് കൃത്യമായി ഡിസംബർ 17-ാം തീയതി വിസ കയ്യിലേക്ക് വന്നു. മകൻ ഒരുങ്ങിയിരിക്കുകയാണ് പോകാനായിട്ട്. നമുക്ക് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറയാം. നമ്മുടെ എത്ര തന്നെ സങ്കടങ്ങളുള്ള കാര്യമായാലും, നമ്മൾ ഉടമ്പടിയിൽ ഉഴപ്പിയാൽ തന്നെയായാലും നമ്മുടെ പ്രതിജ്ഞകൾ പുതുക്കേണ്ടത് വലിയ ആവശ്യമാണെന്ന് ഈ സാക്ഷ്യം നമ്മോട് ഏറ്റുപറയുകയാണ്, നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. ഈ മകൻ പറയുകയുണ്ടായി, എനിക്ക് 11,721 രൂപ വേണമായിരുന്നു. ആ 21 രൂപ ചില്ലറയ്ക്ക് വേണ്ടി പരിശുദ്ധ അമ്മ വളരെ കൃത്യമായൊരു ദൂതനെ ഈ മകന് വേണ്ടി അയച്ചു കൊടുത്ത് 21 രൂപ കൃത്യമായി കൊടുത്ത് അക്കൗണ്ട് ക്ലോസ് ചെയ്യാനായിട്ട് ഈ മകന് സാധിച്ചു എന്ന് ഏറ്റു പറയുന്നു. നമ്മുടെ എത്ര വലിയ കാര്യമായാലും എത്ര ചെറിയ കാര്യമായാലും നാം ഉടമ്പടി എടുത്താൽ പരിശുദ്ധ അമ്മ സഞ്ചാരി മാതാവ് നമ്മോടൊപ്പം സഞ്ചരിക്കും. നമ്മുടെ എല്ലാ കാര്യത്തിലും പരിശുദ്ധ അമ്മ ഗ്രീൻ സൈൻ കൊടുത്തുകൊണ്ട് ഈശോയോട് എപ്പോഴും മകനെ അവനിത് ആവശ്യമുണ്ട് എന്ന് കാനായിലെ വിവാഹം പോലെ നമ്മെക്കുറിച്ച് എപ്പോഴും മധ്യസ്ഥം അപേക്ഷിച്ചുകൊണ്ടിരിക്കും. നമുക്കെപ്പോഴും വിശ്വസ്തരായിരിക്കാം, വിശ്വാസമുള്ളവരായിരിക്കാം. സജീഷിന് നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്മകൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് നമ്മുടെ എല്ലാ മക്കൾക്കും ആർക്കൊക്കെയാണോ വിസ തടസ്സം ഉണ്ടായിരിക്കുന്നത് അവർക്കെല്ലാം വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നല്ലൊരു കയ്യടി നൽകി ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ ആൾക്കാരെയും എൻ്റെ കുടുംബത്തെയും പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി മാറ്റിയതിന് കോടാനുകൂടി നന്ദി പറയുന്നു. ആദ്യമേ തന്നെ ഞാൻ സാക്ഷ്യം പറയാൻ താമസിച്ചതിന് അമ്മയോടും തിരുക്കുമാരനോടും ക്ഷമ ചോദിച്ചു കൊള്ളുന്നു.
എൻ്റെ പേര് ജിൻസി ഷിജോ, എൻ്റെ ഭർത്താവ് ഷിജോ. ഞങ്ങൾ 2018 മുതൽ കൃപാസനത്തിൽ വരികയുണ്ടായിരുന്നു. പക്ഷേ ഞാൻ ഉടമ്പടി എടുക്കുന്നത് 24/2023 ഞാൻ ഉടമ്പടി വെച്ച എൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറഞ്ഞത്, ഞങ്ങളുടെ വീട്ടിൽ നിന്ന് 4 സെൻറ്റ് സ്ഥലം അപ്പച്ചൻ ഷിജോയുടെ പേരിൽ എഴുതി കൊടുത്തായിരുന്നു. അപ്പോൾ അതിനൊരു വഴിയില്ലായിരുന്നു. വഴി ഞങ്ങളുടെ റിലേറ്റീവ്സായ ഒരു ബന്ധുവിനോട് വഴി വാങ്ങിച്ചായിരുന്നു. വഴി വാങ്ങിച്ചെങ്കിലും ഞങ്ങളതിൽ ആധാരത്തിൽ ഞങ്ങൾ വഴിയെന്ന് എഴുതിയിട്ടില്ലായിരുന്നു. പക്ഷേ പല പ്രാവശ്യം ഞങ്ങൾ വഴിക്ക് വേണ്ടി പറഞ്ഞെങ്കിൽ അവർ വഴി തരാൻ സമ്മതമല്ലായിരുന്നു. അങ്ങനെയാണ് ഞാൻ ഈ നിയോഗമായിട്ട് എൻ്റെ സമർപ്പിച്ചത്. അങ്ങനെ ഇരിക്കെ 2023 ഫെബ്രുവരി 8 ഞങ്ങളൊരു കൂട്ടുകുടുംബമായിട്ടാണ് താമസിക്കുന്നത്. വീട്ടിലെ ഒരു പ്രശ്നം മൂലം ഞങ്ങൾ വാടകയ്ക്ക് പോകാൻ തീരുമാനിച്ചു. വാടകയ്ക്ക് പോകാൻ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മേ, ഞാൻ നിൻ്റെ അടുത്ത് വന്ന് ഉടമ്പടി എടുത്തിട്ട് നീ എന്നെ ഒരു വാടക വീട്ടിലോട്ടാണല്ലോ അയക്കുന്നത് എന്ന് പറഞ്ഞ് ഞങ്ങൾ പോയി. ആദ്യമേ ഞങ്ങളൊരു വാടക വീട് കണ്ടു. അത് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല. കാരണം എന്നാന്ന് വെച്ചാൽ ഞങ്ങൾ രണ്ടുപേരും ജോലിക്ക് പോയിട്ട് 7 മണി കഴിയും വീട്ടിൽ വരുമ്പോൾ. ഞങ്ങൾക്കൊരു പെങ്കൊച്ചാണുള്ളത്. അപ്പോൾ കൊച്ചിനെ അത്രയും ദൂരമുള്ളൊരു സ്ഥലത്ത് ഒറ്റയ്ക്കിരുത്താൻ എനിക്കൊരു ഭയമായിരുന്നു. രണ്ടാമത്തെ വീട് കാണുവാൻ ഞങ്ങൾ പോയി. അവിടെ ചെന്ന് കുഴപ്പമില്ലെന്ന് കണ്ടു. ഞങ്ങളുടെ കൂടെ അമ്മച്ചിയും കൂടെ വന്നിരുന്നു. അമ്മച്ചി അവരോട് സംസാരിക്കാൻ വേണ്ടി പോയപ്പോൾ ഞാനും ഷിജോടെ നിൽക്കുക. അപ്പോഴും ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചുകൊണ്ട്, മാതാവേ, എന്നാലും നീ എന്നെ ഒരു വാടക വീട്ടിലോട്ടാണല്ലോ അയക്കുന്നതെന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ മനസ്സിലിരുന്ന് ആരോ പറയുകയാണ്, നീ എന്തിനാണ് വാടകയ്ക്ക് പോകുന്നത്? അപ്പം ഞങ്ങളുടെ വീടിൻ്റെ തൊട്ട് ഫ്രണ്ടിൽ കിടക്കുന്ന ഒരു സ്ഥലം വിൽപ്പനയ്ക്കുണ്ട്. ഞങ്ങൾ സ്വപ്നത്തിൽ പോലും ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യമല്ല. അപ്പോൾ എൻ്റെ മനസ്സിലിരുന്ന ആരോ പറയുകയാണ്, നീ വാടകയ്ക്കൊന്നും പോകേണ്ട ആളല്ല, നിൻ്റെ വീടിൻ്റെ ഫ്രണ്ടിൽ കിടക്കുന്ന സ്ഥലം നീ വാങ്ങിക്കുന്ന എൻ്റെ മനസ്സിലിരുന്ന് പറയുക. അമ്മച്ചി അവരോട് ചെന്ന് വാടക ചീട്ട് എഴുതാമെന്നുള്ള ധാരണ വന്നപ്പോൾ ഞാൻ അമ്മച്ചിയോട് പറഞ്ഞു, ഷിജോട് ആദ്യം ഞാൻ പറഞ്ഞു, നമ്മൾ വാടകയ്ക്ക് പോകുന്നില്ല, എൻ്റെ മനസ്സിലിരുന്ന് മാതാവ് പറയുന്നുണ്ട് നമുക്ക് ആ സ്ഥലം മേടിക്കാമെന്ന്. പക്ഷേ ഞങ്ങൾക്കറിയില്ലായിരുന്നു, ഞങ്ങളത് എങ്ങനെ വാങ്ങിക്കുമെന്ന് ഞങ്ങൾക്കറിയില്ലായിരുന്നു. അമ്മച്ചോട് ഞാൻ പറഞ്ഞു, അമ്മേ, നമുക്കിപ്പോൾ വാടകയ്ക്ക് പോകുന്നില്ല, ഞങ്ങളിപ്പോൾ വാടകയ്ക്ക് പോകുന്നില്ലെന്ന് പറഞ്ഞു. അമ്മച്ചോട് ഈ കാര്യം പറഞ്ഞുമില്ല. തിരിച്ച് പിറ്റേത് അപ്പോൾ എന്നും ഞങ്ങൾ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലുമ്പോൾ ഞങ്ങൾക്ക് ഈ സ്ഥലം വാങ്ങിക്കണം എന്ന് ആഗ്രഹം തുടങ്ങിയ ഫെബ്രുവരി 9 പറഞ്ഞു. 10 മുതൽ ഞങ്ങളെന്നും ആ സ്ഥലത്ത് ഞങ്ങൾ ഉപ്പിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു. പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിക്കുമ്പോൾ ഹസ്ബൻഡ് എന്നും വിശ്വാസ പ്രമാണം ചൊല്ലി ഉപ്പിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ പ്രാർത്ഥിച്ച് ഞങ്ങൾ ഇവിടെ വരുമ്പോഴെല്ലാം ഞാൻ പറയും, മാതാവേ, നീയായിട്ട് എനിക്കൊരാഗ്രഹം തന്നതാണ്, എനിക്കത് തരാനാണെങ്കിൽ ഞാനിവിടെ വരുമ്പോൾ സാക്ഷ്യത്തിലൂടെ സ്ഥലത്തെക്കുറിച്ചുള്ള സാക്ഷ്യങ്ങളായിരിക്കണം എനിക്ക് കേൾക്കേണ്ടിയിരുന്നല്ലേ, എന്നാലാണ് എനിക്ക്. അപ്പോൾ ഞാൻ വരുന്ന ദിവസങ്ങളിലെല്ലാം സ്ഥലം വാങ്ങിച്ച് വഴി കിട്ടുന്നു, സ്ഥലം വാങ്ങിക്കുന്നുള്ള സാക്ഷ്യങ്ങളാണ് ഇവിടെ കേട്ടുകൊണ്ടിരുന്നത്. അങ്ങനെ ഇരുന്ന് കഴിഞ്ഞപ്പോൾ നമുക്ക് പൈസ എങ്ങനെ ചെയ്യും എന്നൊന്നും നമുക്കറിയില്ല. അപ്പം ഞങ്ങളുടെ അനിയൻ ഡൽഹിയിൽ നേഴ്സായിട്ട് ജോലി, അവനോട് ഞങ്ങൾ ഈ കാര്യം പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞു, അണ്ണാ, ഞാനൊരു ലോൺ വെച്ച് നോക്കാം, നമുക്ക് കിട്ടുമോ ഇല്ലെന്നറിയില്ല. അപ്പോൾ ഞാൻ മെയ് മാസം വണക്കത്തിൽ എഴുതിയിട്ടു. മെയ് 3 ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി. ആ ഡേറ്റ് വെച്ച് പ്രാർത്ഥിച്ചു, മാതാവേ, നീയാണ് ഞങ്ങൾ ഒരുമിപ്പിച്ചെങ്കിൽ ഞങ്ങൾക്ക് ഈ മെയ് മാസം തന്നെ ലോണ് കിട്ടണമെന്ന് പ്രാർത്ഥിച്ചു. മെയ് മാസം അവസാനമായിട്ട് ലോണിനെ കുറിച്ചൊന്നും ആകുന്നില്ല. ഞങ്ങളെന്നും പ്രാർത്ഥിക്കുക, ഞാൻ രാവും പാലില്ലാതെ പ്രാർത്ഥിക്കുക, പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിക്കുക, തിരി കത്തിച്ചു സമയം കിട്ടുമ്പോഴല്ല. 27 തീയതി 28, 30 തീയതി ആയിട്ട് ലോണിനെ കുറിച്ചൊന്നും പറയില്ല. അവൻ പറയുന്നത്, അണ്ണ അവർ തരാമെന്നാണ് പറയുന്നത്, കിട്ടുക. 31 രാത്രി 8 മണിയായപ്പോൾ അനിയൻ ഡൽഹിയിൽ നിന്ന് വിളിച്ചു പറയുകയാണ്, അണ്ണ 5 ലക്ഷം രൂപ ലോൺ പാസ്സായിട്ടുണ്ടെന്ന് പറയുകയാണ്. ആ ജൂൺ മാസം തന്നെ 4 മാസത്തെ എഗ്രിമെൻറ്റിലാണ് ഞങ്ങൾ ആധാരം എഴുതാൻ തീരുമാനിച്ചത്. 1 മാസത്തിനുള്ളിൽ തന്നെ നമുക്ക് ആധാരം എഴുതി ആ സ്ഥലം സ്വന്തമാക്കാൻ സാധിച്ചു. വഴിയില്ലായിരുന്നു, ഒരു വഴിക്ക് വേണ്ടി ഞാൻ ആഗ്രഹിച്ചപ്പോൾ ഞങ്ങൾക്ക് മാതാവ് തന്ന സ്ഥലം പഞ്ചായത്ത് റോഡ് കണക്റ്റഡ്, വസ്തുവിൻ്റെ 2 സൈഡും പഞ്ചായത്ത് റോഡ് കണക്റ്റഡായ ഒരു വസ്തു 7 സെൻറ്റ് സ്ഥലം ഞങ്ങൾക്ക് വാങ്ങിക്കുവാൻ മാതാവ് അനുഗ്രഹിച്ചു. അതുപോലെ തന്നെ രണ്ടാമതായിട്ട് പറഞ്ഞ മെയ് മാസം വണക്കത്തിൽ ഞാൻ എഴുതിയിട്ടിരുന്നു. അവിടെ ഇരുന്ന പ്രേക്ഷിതർ മുന്നോട് ചോദിച്ചു, എന്തെല്ലാം 3 ആഗ്രഹങ്ങൾ എഴുതിയിടാൻ പറഞ്ഞു. 2 ആഗ്രഹം, ഇപ്പോൾ 3 തന്നെ എഴുതണമെന്ന് ഞാൻ വിചാരിച്ചു. അപ്പോൾ ഞാൻ എഴുതിക്ക, ഹസ്ബൻഡ് വണ്ടി ഓടിക്കത്തില്ല, അന്നേരം ഞാൻ എഴുതി, മാതാവേ, എനിക്കൊരു വാഹനം വാങ്ങിക്കണമെന്ന് എഴുതിയിട്ടു. ജൂൺ 9 നമുക്കതൊരു വാഹനം വാങ്ങിക്കാൻ സാധിച്ചു. അതിനേക്കാളും പ്രധാനമായിട്ട് എനിക്ക് ഉടമ്പടിയിൽ എനിക്ക് സാധിച്ചത്, ഞങ്ങളുടെ അപ്പച്ചൻ്റെ പെങ്ങളുമായിട്ട് നിസ്സാരം ഒരു സംഭവത്തിന് വേണമെങ്കിൽ 5 വർഷക്കാലത്തോളം എനിക്ക് ആൻറ്റിയായിട്ട് സംസാരിക്കാൻ സാധിക്കില്ലായിരുന്നു. എന്നിലൊരു ഈഗോ അതിന് സമ്മതിച്ചില്ലായിരുന്നു. ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കി വെച്ച് കഴിഞ്ഞപ്പോൾ സ്ഥലം മേടിച്ചങ്ങനെ വീട് പണിയാൻ സാധിക്കുന്നില്ല. അപ്പോൾ ഞാൻ ആ പറമ്പിൽ പോയെന്ന് ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ നിന്ന് ആരോ പറയുകയാണ്, നീ ആൻറ്റിയുമായി രമ്യതപ്പെടുക എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഷിജോട് പറഞ്ഞു, നമുക്ക് ആൻറ്റിയുടെ വീട്ടിലൊന്ന് പോകണം, നമുക്ക് ആൻറ്റിയുടെ വീട്ടിൽ പോയി ക്ഷമ പറഞ്ഞു, എനിക്ക് ആൻറ്റിയായിട്ട് രമ്യതപ്പെടണം മാതാവിന്. അപ്പോൾ ഷിജോ പറഞ്ഞു, ഇല്ലടി, ആൻറ്റി വരുമ്പോൾ നമുക്ക് അപ്പം എനിക്ക് അവരോട് ഞാൻ കാരണമാണ് അവർ നമ്മുടെ വീട്ടിൽ വരാറുന്നത്. അപ്പോൾ ആൻറ്റിയുടെ വീട്ടിൽ പോയി തന്നെ പറയണമെന്ന് പറഞ്ഞു. ഞങ്ങൾ ഡിസംബർ മാസത്തിൽ
ആൻറ്റിയുടെ വീട്ടിൽ പോയി അവരുമായിട്ട് രമ്യതപ്പെടുകയും ആൻറ്റി പിന്നീട് എന്നെ വിളിക്കുകയോ ഞങ്ങൾ സ്ഥിരം കോൺടാക്റ്റും ഉണ്ട്. പിന്നെ കഴിഞ്ഞ ആഴ്ച ആൻറ്റി ജവമാല റാലിക്ക് എൻ്റെ കൂടെ കൃപാസനത്തിൽ ആൻറ്റി വരികയും കഴിഞ്ഞ ആഴ്ച വന്ന് ആൻറ്റി എൻ്റെ കൂടെ വന്ന് ഉടമ്പടി എടുക്കുകയും ചെയ്തു. ഇത്രയാണ് എനിക്ക് ഉടമ്പടിയിലുള്ള ലഭിച്ച അനുഗ്രഹങ്ങൾ. കാരുണ്യപ്രവൃത്തിയായിട്ട് ഞാൻ ചെയ്തുന്നത് ആശുപത്രികൾ ഞാൻ പൊതിച്ചോറ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ പൈസയായിട്ട് എന്നോട് ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഉള്ളതുപോലെ ഞാൻ സഹായിക്കും. എന്നെക്കൊണ്ട് സഹായിക്കാൻ പറ്റിയില്ലപ്പോഴും മറ്റുള്ളവരിൽ നിന്നാണേലും അവരുടെ ബുദ്ധിമുട്ട് കണ്ട് വാങ്ങിച്ചു കൊടുക്കാനൊരു മനസ്സെനിക്ക് ഈശോ തന്നു. പ്രവർത്തനമായിട്ട് കൃപാസനം പത്രം എല്ലാ സ്ഥലത്തും കൊടുക്കും. ആശുപത്രികളിലും ഓട്ടോറിക്ഷ സ്റ്റാൻഡുകളിലും വഴിയിലെല്ലാം കൊണ്ടു നടന്ന് കൊടുക്കാറുണ്ട് പത്രം വാങ്ങിച്ച്. ഇത്രയേറെ അനുഗ്രഹങ്ങൾ എൻ്റെ കുടുംബത്തിന് നന്ദി. ഈശോയ്ക്കും അമ്മയ്ക്കും 1000 നന്ദി പറഞ്ഞുകൊള്ളുന്നു. വിശുദ്ധ പൗലോസ്ലീഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനം അധ്യായം 10 9 തിരുവചനം. ആകയാൽ യേശു കർത്താവാണെന്ന് അധരം കൊണ്ട് ഏറ്റുപറയുകയും ദൈവം എന്നെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചുവെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷ പ്രാപിക്കും. പഴയ നിയമത്തിൽ നാം അനുരഞ്ജനത്തിന് തയ്യാറായാൽ ജോഷയോട് ദൈവം പറയുന്നത് ഒന്ന് മാത്രമാണ്: നീ അനുതപിച്ചാൽ നാളെ നിങ്ങളുടെ ഇടയിൽ ഞാൻ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുമെന്നാണ്. എന്നാൽ പുതിയ നിയമത്തിൽ ഈശോ നമുക്ക് നൽകുന്ന അനുഗ്രഹങ്ങളും കൃപകളും ഉടൻ പരിഹാരമാണ്. അതാണ് ഉടമ്പടി എന്ന് ജിൻസി ഷിജോ ഇവിടെ ഏറ്റുപറയുന്നത്. അവർ അനുതപിക്കുവാൻ തയ്യാറായപ്പോൾ, ഉടമ്പടി എടുത്തപ്പോഴാണ് പല ചുരുളുകളും അഴിയുന്നത്. അനുതപിക്കേണ്ടതും ക്ഷമ ചോദിക്കേണ്ടതും ക്ഷമ നൽകേണ്ടതുമായ ഒരു വലിയ ആവശ്യവും അതിൻ്റെ സാധ്യതകളും ഈ മകൾക്ക് മനസ്സിലായത് ഉടമ്പടി എടുത്തതിന് ശേഷമാണ്. സമയച്ചുരുക്കത്തിൻ്റെ അമ്മ ഇവരുടെ ജീവിതഭാരങ്ങൾ കുറയ്ക്കുവാനായി, ജീവിതഭാരങ്ങൾ ഏറ്റെടുക്കുവാനായി ഈശോയോട് പറയുന്നത് ക്ഷമയുടെ വാതിലുകൾ തുറന്നപ്പോഴാണെന്ന് ജിൻസി മനസ്സിലാക്കുകയും അവർക്ക് അനുഗ്രഹമായി അഭിഷേകമായി ലഭിക്കുകയും ചെയ്തതിൻ്റെ ഒരു വലിയ സാക്ഷ്യമാണിത്. വാടക വീട്ടിലേക്ക് മാറി ഇവരുടെ സ്റ്റാറ്റസ് കുറയ്ക്കാൻ ഉള്ള ഒരു തീരുമാനമെടുത്തു. എന്നാലും വളരെ കണ്ണുനീരോടുകൂടി പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിച്ചപ്പോൾ ഇവർക്ക് ഒരു നല്ല പഞ്ചായത്ത് റോഡിനടുത്തുള്ള 7 സെൻറ്റ് സ്ഥലവും ഒരു വലിയ സാധ്യതകളും വീടിനുള്ളൊരു വഴിയും കൂടിയാണ് പരിശുദ്ധ അമ്മ മാധ്യസ്ഥം അപേക്ഷിച്ച് ഇവർക്ക് പ്രാപിച്ചു കൊടുത്തിട്ടുള്ളത്. ഈശോ അവരെ വളരെയധികം ഉയർത്തി അവരെ സ്നേഹിച്ച് ചേർത്ത് പിടിക്കുന്ന കരുതലാകുന്ന ഒരു വലിയ സാക്ഷ്യമാണിത്. സ്ഥലം വാങ്ങുന്നതിനായി ഇവർ ഒരുങ്ങിക്കൊണ്ടിരുന്നപ്പോഴെല്ലാം നേർച്ച വസ്തുക്കൾ കൃത്യമായി ഉപയോഗിക്കുന്നതായി നമുക്ക് കാണാം. ഇവിടെ നിന്ന് ലഭിക്കുന്ന നേർച്ച വസ്തുക്കളുടെ ഉപയോഗം വിശ്വാസ പ്രഖ്യാപനമാണ്. വിശ്വാസ പ്രമാണം ചൊല്ലുന്നതെല്ലാം വിശ്വാസ പ്രഖ്യാപനമാണ്. ഈശോ രക്ഷകനാണെന്ന് അധരം കൊണ്ട് ഏറ്റുപറയുന്ന പൗലോസ്ലീഹയുടെ ലേഖനത്തിൽ പറയുന്നത് പോലെ അധരം കൊണ്ട് ഏറ്റുപറയുന്ന ഒരു വലിയ പ്രഖ്യാപനമാണത്. ജിൻസി ഷിജോ യേശു കർത്താവാണെന്ന് ഏറ്റുപറയുമ്പോഴുള്ള ജീവിതത്തിലെ വലിയ വലിയ അത്ഭുതങ്ങളെക്കുറിച്ചാണ് അവർ ഏറ്റുപറയുന്നത്. അവരുടെ കൊച്ചു ആഗ്രഹങ്ങളും ഒരു വാഹനം വാങ്ങണമെന്നുള്ള ആഗ്രഹം, അതിവിടെ വന്ന് ആരോ പരിശുദ്ധ അമ്മ തന്നെ അവരെ പ്രേരിപ്പിച്ചുകൊണ്ട് അവർക്ക് ആവശ്യമായ എല്ലാ കാര്യങ്ങളും അവരെ അടിക്കടി ഓർമ്മിപ്പിക്കുകയും ഈശോയിൽ നിന്ന് അവർക്ക് പ്രാപിക്കുകയും ചെയ്തു എന്നതിൻ്റെ വലിയ സാക്ഷ്യമാണ്. നമ്മുടെ എല്ലാ ജീവിത സങ്കടങ്ങളെയും പരിശുദ്ധ അമ്മയ്ക്ക് നാം ഉടമ്പടിയിലൂടെ നിയോഗമായി പ്രാർത്ഥിക്കുമ്പോൾ ഒരൊറ്റ പ്രാവശ്യം മാത്രം നാം അമ്മയെ അത് ഓർമ്മിപ്പിച്ചാൽ മതി. നമ്മുടെ ആഗ്രഹങ്ങൾ സഫലീകരിക്കുന്നതായും സ്വപ്നദർശനങ്ങളിലൂടെ എല്ലാം നമുക്ക് അമ്മ മാധ്യസ്ഥം നൽകി നമുക്ക് സാമീപ്യം നൽകുന്നതായും നമുക്ക് അനുഭവവേദ്യമാകും. നമ്മുടെ എല്ലാ ജീവിത സങ്കടങ്ങളെയും കണ്ണുനീരിനെയും പ്രതിസന്ധികളെയും എല്ലാം നമുക്ക് ഈ സാക്ഷ്യത്തോട് ചേർത്ത് വെച്ച് പരിശുദ്ധ അമ്മയോട് മാധ്യസ്ഥം അപേക്ഷിച്ച് പ്രാർത്ഥിക്കാം. ഈശോ വീണ്ടും വീണ്ടും നമ്മെ അനുഗ്രഹിക്കുന്നതായി നമുക്ക് പ്രാർത്ഥിക്കുകയും അനുഗ്രഹം പ്രാപിക്കുകയും ചെയ്യാം. ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും ജിൻസി ഷിജോയുടെ കുടുംബത്തിന് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് നല്ല ഒരു കയ്യടിയോടെ ഈ സാക്ഷി നമുക്ക്